മക്കളെ, അപ്പോൾ നമ്മൾ ബ്രെയിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു അല്ലേ? അടുത്ത ടോപ്പിക്കാണ് റിഫ്ലെക്സ് ആക്ഷൻ. ഇതും നമ്മൾ ചെറിയ സെഷനിൽ പഠിച്ചതല്ലേ. എന്താ റിഫ്ലെക്സ് ആക്ഷൻ? ഞാനിപ്പോൾ നിങ്ങളെ ഒരു ചൂടുള്ളൊരു കമ്പി എടുത്തിട്ട് ഞാൻ നിങ്ങളെ കയ്യിലേക്ക് വെക്കുക. അപ്പോൾ നിങ്ങൾ പറയോ, സാറേ നല്ല സുഖമുണ്ട് കേട്ടോ, അങ്ങനെ പറയോ? ഇല്ലല്ലോ, നിങ്ങൾ പെട്ടെന്ന് കൈ വലിക്കും. ശരിയല്ലേ? നിങ്ങൾ വേറെ ഒരാളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക, ഞാൻ അവൻ്റെ മുതുകത്ത് പോയിട്ട് ഒരു കമ്പി അങ്ങ് വെച്ച് ചൂടുള്ള, അയ്യോ, അപ്പോൾ പെട്ടെന്ന് വിത്ഡ്രോ ചെയ്യൂലേ? ഇല്ലേ? ഞാൻ എൻ്റെ ഈ കയ്യിൽ ഈ കയ്യിൽ പിന്നെടുത്ത് ഇങ്ങനെ കുത്തി, അപ്പോൾ ഞാൻ ഈ കൈയല്ലേ വലിക്കുക? ഈ കയ്യിൽ പിന്നെടുത്ത് കുത്തിയാൽ ഈ കൈ വലിക്കോ? ഈ കാലിൽ നമ്മളൊരു റൈറ്റ് ലെഗിലാണ് ഞാൻ ഒരു പ്രിക്ക് കൊടുത്തതെങ്കിൽ ലെഫ്റ്റ് ലെഗ് അങ്ങനെ വലിക്കോ? ലെഫ്റ്റ് ലെഗിൽ കുത്തിക്കഴിഞ്ഞാൽ റൈറ്റ് ലെഗ് വലിക്കോ? ഇല്ലല്ലോ. അതേ സൈഡ് നമ്മൾ എന്ത് ചെയ്യും? സഡൻ ആയിട്ട് വിത്ഡ്രോ ചെയ്യും. അപ്പോൾ എന്താ റിഫ്ലെക്സ് ആക്ഷൻ? പെട്ടെന്നുണ്ടാവുന്ന ആക്ഷൻ അല്ലേ? അപ്പോൾ റിഫ്ലെക്സ് ആക്ഷൻ പെട്ടെന്നുണ്ടാവുന്ന ആക്ഷൻ. അപ്പോൾ സഡനാ. അടിപൊളി സഡനാണെന്ന് മനസ്സിലായി. നിങ്ങൾ അറിഞ്ഞിട്ടാണോ ആക്ഷൻ വരുന്നത്? അല്ലല്ലോ. വോളണ്ടറി, ഇൻവോളണ്ടറി, അനൈച്ഛികമല്ലേ? ഇൻവോളണ്ടറി ആക്ഷൻ ആണ്. അപ്പോൾ എന്താണ് റിഫ്ലെക്സ് ആക്ഷൻ? ഒരു സഡൻ, പെട്ടെന്നാണ്. ഇൻവോളണ്ടറി നമ്മളെ കൺട്രോളിലല്ലാതെ പെട്ടെന്ന് സംഭവിക്കുന്നത് അല്ലേ? ഒരു സഡൻ ഇൻവോളണ്ടറി ആക്ഷൻ ആണ് റിഫ്ലെക്സ് ആക്ഷൻ. റിഫ്ലെക്സ് ആക്ഷൻ ബ്രെയിനും കൺട്രോൾ ചെയ്യാറുണ്ട്, സ്പൈനൽ കോഡും കൺട്രോൾ ചെയ്യാറുണ്ട്. ബ്രെയിൻ റിഫ്ലെക്സ് ആക്ഷൻ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ക്രേനിയൽ റിഫ്ലെക്സ് എന്നാണ് വിളിക്കുക. സ്പൈനൽ കോഡാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ സ്പൈനൽ റിഫ്ലെക്സ് ആണ് വിളിക്കുക. എങ്ങനെയാ? ബ്രെയിൻ ആണ് റിഫ്ലെക്സ് ആക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്, ക്രേനിയൽ റിഫ്ലെക്സ്. സ്പൈനൽ കോഡ് ആണെങ്കിൽ സ്പൈനൽ റിഫ്ലെക്സ്. നമ്മുടെ ബോഡിയിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് താഴോട്ടേക്കൊക്കെ ആരാ കൺട്രോൾ ചെയ്യുക? സ്പൈനൽ റിഫ്ലെക്സാ. ഇവിടുന്ന് മേലോട്ടേക്കൊക്കെ ക്രേനിയൽ റിഫ്ലെക്സാ. ബ്ലിങ്കിങ് ഓഫ് ഐ, നിങ്ങൾ കണ്ണ് ചിമ്പുന്നില്ലേ? നിങ്ങൾ അറിയാതെ തന്നെ ചിമ്പുന്നില്ലേ? അത് റിഫ്ലെക്സ് അല്ലേ? അത് ക്രേനിയൽ റിഫ്ലെക്സാ. പക്ഷെ ഇവിടുന്ന് താഴോട്ടേക്ക് ബോഡി പാർട്സിലേക്കൊക്കെ അങ്ങനെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഏതാണ്? സ്പൈനൽ റിഫ്ലെക്സ് ആണ്. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതും സ്പൈനൽ കോഡിൻ്റെ റിഫ്ലെക്സ് ആണ്. ഇതിൻ്റെ എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുള്ളത് നീ ജർക്ക് റിഫ്ലെക്സ്. സ്പൈനൽ റിഫ്ലെക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, നീ ജർക്ക് റിഫ്ലെക്സ് അല്ലേ? ഞാനൊരു ഹോട്ട് ഒബ്ജക്റ്റ് എടുത്ത് എൻ്റെ ബോഡിയിൽ കാലിലേക്ക് വെച്ചാൽ എന്താ സംഭവിക്കുക? നോക്കിക്കോ. ഇത് ഒരു മനുഷ്യൻ്റെ കാലാണെന്ന് വിചാരിക്കുക. കോഴിക്കാലല്ലേ? ഒരു കാലാണ്, ഒരു മനുഷ്യൻ്റെ കാലാണെന്ന് വിചാരിക്കുക. ഇത് തൈ റീജിയന, തൊടഭാഗമാണെന്ന് വിചാരിക്കുക കേട്ടോ. ഞാൻ ഈ മുട്ടിൻ്റെ ഈ ഭാഗത്തേക്ക് ഞാനൊരു ഹോട്ട് ഒബ്ജക്റ്റ് എടുത്ത് വെച്ചു, അല്ലെങ്കിൽ ഒരു നീഡിൽ എന്തെങ്കിലും പ്രിക്ക് കൊടുത്തതാ കേട്ടോ. അങ്ങനെ പ്രിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ബോഡി റിസപ്റ്റർ ഉണ്ട്. ഇവിടെ ആരുണ്ട്? റിസപ്റ്ററിന്റെ പ്രസൻസ് ഉണ്ടാവും. അപ്പം ഞാനൊരു കുത്ത് കൊടുത്തു കഴിഞ്ഞാൽ റിസപ്റ്റർ എന്ത് ചെയ്യും? ഒരു സിഗ്നൽ ആർക്ക് കൊടുക്കും? ഇതാണ് നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് വിചാരിക്കുക. നമുക്കൊരു കാര്യം അറിയോ? താഴെന്ന് മുകളിലോട്ട് പോകുന്ന സിഗ്നലാണ് സെൻസറി സിഗ്നൽ. മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന ഉത്തരവാണ് മോട്ടോർ സിഗ്നൽ. മനസ്സിലായില്ല? താഴെന്ന് മുകളിലോട്ട് പോകുന്ന ഇമ്പൾസ് സിഗ്നൽ ഏതാ? സെൻസ്. ഞാനിപ്പോൾ ഇവിടെ നുള്ളി, അപ്പോൾ ആ പോകുന്ന സിഗ്നൽ ഏതാ? തലവനെ അറിയിക്കാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ബോഡിയിൽ? താഴെന്ന് മുകളിലോട്ട് പോകുന്ന സിഗ്നൽ സെൻസറി സിഗ്നൽ, അല്ലെങ്കിൽ അഫറൻറ്റ് ന്യൂറോൺസ് അതിന് സഹായിക്കുക. അഫറൻറ്റ് പാത്വേ, അഫറൻറ്റ്. മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന ഉത്തരവാണ് ഏത്? മോട്ടോർ സിഗ്നൽ. CNS ടു ടിഷ്യൂസ് ഓർ ഓർഗൻസ്. ടിഷ്യൂസ് ഓർഗൻസിൽ നിന്നും CNSലേക്ക് പോകുന്ന സിഗ്നൽ ഏതാ? സെൻസറി അല്ലെങ്കിൽ അഫറൻറ്റ് എന്ന് വിളിക്കും. ഇവിടുന്ന് തിരിച്ച് ഉത്തരവ് വരികയാണ്. CNS നിന്ന് ടിഷ്യൂസ് ഓർഗൻസിലേക്ക് ഏതാണ്? ഇഫറൻറ്റ്. എക്സിറ്റ് ആവുക. എഫറൻറ്റ് എക്സിറ്റ് ആവുക. മനസ്സിലായോ? സെൻസറി മോട്ടോർ അല്ലെങ്കിൽ അഫറൻറ്റ് ഇഫറൻറ്റ്. അപ്പോൾ ഒരു ഹോട്ട് ഒബ്ജക്റ്റ് തൊട്ട് കഴിഞ്ഞാൽ ഈ റിസപ്റ്റർ ഇവിടേക്ക് സെൻസറി സിഗ്നൽ കൊടുക്കൂലേ? അല്ലെങ്കിൽ അഫറൻറ്റ് എന്നല്ലേ പഠിപ്പിച്ചേ? തിരിച്ച് എക്സിറ്റ് അല്ലേ? താഴോട്ടേക്കല്ലേ ഇഫറൻറ്റ്? ഇത് ഹെഡ് റീജിയനാ കേട്ടോ, ഇത് താഴോട്ടേക്കാണ്. അപ്പോൾ ഇത് അഫറൻറ്റ് പാത്വേ ആണ്. അഫറൻറ്റ് പാത്വേ അല്ലെങ്കിൽ സെൻസറി സിഗ്നൽ എന്ന് വിളിക്കുക. അഫറൻറ്റ് പാത്വേ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു നെർവ് ട്രാക്റ്റിൻ്റെ കൂട്ടത്തിലൂടെ. ഒരു നെർവ് ട്രാക്റ്റിൻ്റെ കൂട്ടത്തിലെ ഗ്രൂപ്പിനെ നമ്മൾ ഗാംഗ്ലിയോൺ എന്നാണ് വിളിക്കുക. ഗാംബ്ലിംഗ് അല്ലേ, ഗാംഗ്ലിയോൺ. അതിൻ്റെ ബാക്ക് സൈഡിലൂടെയാണ് പോവുക. ആ നെർവ് ട്രാക്റ്റിൻ്റെ ഫൈബറിൻ്റെ ഡോർസൽ റൂട്ട് ഉണ്ട്, ബാക്ക് സൈഡിൽ റൂട്ട് ഉണ്ട്. അതിനെ നമ്മൾ ഡോർസൽ റൂട്ട് ഓഫ് ഗാംഗ്ലിയോൺ എന്ന് വിളിക്കും. ഡോർസൽ റൂട്ട് ഓഫ് ഗാംഗ്ലിയോൺ. അപ്പം ഈ സിഗ്നൽ പോകുന്നത് ചോദിക്കാറുണ്ട്, ഈ സിഗ്നൽ സഞ്ചരിക്കുന്നത് ഏതിലൂടെയാണ്? സഞ്ചരിക്കുന്നത് ഡോർസൽ റൂട്ട് ഓഫ് ഗാംഗ്ലിയോൺ. ആ നെർവ് ട്രാക്റ്റിന്റെ കൂട്ടത്തിന്റെ ഡോർസൽ റൂട്ടാണ്. എന്താ ഡോർസൽ റൂട്ട്? ബാക്ക് സൈഡിലേക്കുള്ളത്. വെൻട്രലാകുമ്പോൾ ഫ്രണ്ടിൽ, ബാക്ക് സൈഡിലെ റൂട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കും. അങ്ങനെ സ്പൈനൽ കോഡിലേക്ക് എത്തും.
അല്ലേ? സ്പൈനൽ കോഡിലേക്ക് ഔട്ടറും കോർട്ടെക്സ് ഇന്നർ മിഡിലൊക്കെ ഉണ്ട്. ബ്രെയിൻ ആണെങ്കിൽ കോർട്ടെക്സ് ഗ്രേ മാറ്ററും മെഡുല വൈറ്റ് മാറ്ററും അല്ലേ? ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ ഇന്നർ ഗ്രേ മാറ്ററും ഔട്ടർ വൈറ്റ് മാറ്ററും ആയിരിക്കും. സ്പൈനൽ കോഡ് നേരെ തിരിച്ചുണ്ടാവുക. അങ്ങനെ ആ സിഗ്നൽ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ സ്പൈനൽ കോഡിൽ ഇന്റർ ന്യൂറോണിന്റെ പ്രസൻസ് ഉണ്ടാവും. നിങ്ങൾ NCERT നോക്കിയാൽ കാണാൻ പറ്റും. എന്ത് ന്യൂറോണാ? ഇന്റർ ന്യൂറോണിന്റെ പ്രസൻസ് ഉണ്ടാവും. എന്താ ഇന്റർ ന്യൂറോണ്? രണ്ട് ന്യൂറോൺസിനെ കണക്ട് ചെയ്യുന്ന ന്യൂറോണാണ് ഇന്റർ ന്യൂറോൺ. അപ്പൊ ഈ വരുന്ന സെൻസറിയെ തിരിച്ച് ഉത്തരവ് കൊടുക്കണ്ടേ? അതാണ് തിരിച്ചു പോകുന്ന സിഗ്നലാണ് ഏത്? മോട്ടോർ സിഗ്നൽ. അല്ലെങ്കിൽ ഏത് പാത്വേ? ഇഫറന്റ് പാത്വേ. ഇഫറന്റ് പാത്വേ. അപ്പോൾ അഫറന്റിനെ ഇഫറന്റ് ആക്കി മാറ്റുന്നത് സ്പൈനൽ കോഡിന്റെ ഇടയിൽ വെച്ചിട്ടാണ്, ഇന്റർ ന്യൂറോൺ ആണ്. അപ്പോൾ ഇത് സ്പൈനൽ റിഫ്ലക്സാ. ഈ നീ ജർക്ക് റിഫ്ലക്സ് ഇല്ലേ, നമ്മൾ സഡൻ വിത്ഡ്രോ ചെയ്യുന്നില്ലേ, അതൊക്കെ സ്പൈനൽ കോഡ് കൺട്രോൾ ചെയ്യുന്നതാ. കാരണം അതിൻ്റെ ഉള്ളിൽ ഇന്റർ ന്യൂറോൺ ഉണ്ട്. ആ നോക്കിക്കേ, താഴെ ഒരു സാധനം തൊട്ടു, അപ്പം തന്നെ ഇതൊക്കെ വിത്തിൻ മൈക്രോ സെക്കൻഡ്സ്, മില്ലി സെക്കൻഡ്സ് നടക്കുന്ന കാര്യമാണ്. പെട്ടെന്ന് സിഗ്നൽ പോയി, ഈ ഡോർസൽ റൂട്ടിനകത്തൂടെ സിഗ്നൽ പോയി. ആ വരുന്ന സിഗ്നൽ അഫറന്റ് പാത്വേ അല്ലേ, സെൻസറി സിഗ്നൽ അല്ലേ? അങ്ങനെ ഇന്റർ ന്യൂറോണ് ഇഫറന്റ് ആക്കി കൺവേർട്ട് ചെയ്യും, മോട്ടോർ സിഗ്നൽ ആക്കി കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഇവിടേക്ക് വന്നിട്ട് ഇഫക്റ്റർ ഉണ്ടാവും. ഇവിടെ ആരുണ്ടാവും? ഇഫക്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോട്ടോർ ചെന്നെത്തുന്ന റീജിയനാ, മസിൽ സ്പിൻഡിൽസ് ഒക്കെ ഉണ്ട് കേട്ടല്ലോ. അവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ സഡൻ വിത്ഡ്രോ ചെയ്യും. ഇഫക്റ്ററിലേക്ക് വന്നിട്ട് ആ സിഗ്നൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ സഡൻ ആയിട്ട് കാല് വിത്ഡ്രോ ചെയ്യും. ഒന്നുകൂടി പറയുകയാണേ, ഞാൻ ഒരു നീഡിലെടുത്ത് പ്രിക്ക് ചെയ്തു, കുത്തി. അപ്പം താഴ്ന്ന് മുകളിലോട്ടേക്ക് പോകുന്ന പാത്വേ അഫറന്റ് പാത്വേ, ഡോർസൽ റൂട്ട് ഓഫ് ഗാംഗ്ലിയോൺ വഴി സഞ്ചരിച്ചു. അങ്ങനെ സ്പൈനൽ കോഡിൻ്റെ അകത്ത് ഇന്റർ ന്യൂറോണ് മോട്ടോറായിട്ട് കൺവേർട്ട് ചെയ്തു. തിരിച്ച് ഉത്തരവ് കൊടുക്കുക, അതാണ് എക്സിറ്റ്. ഇഫറന്റ് മോട്ടോർ സിഗ്നൽ. അങ്ങനെ ഇഫറന്റ് പാത്വേ ഇഫക്റ്ററിൽ വന്ന് അടിച്ചാൽ കാല് പെട്ടെന്ന് വിത്ഡ്രോ ചെയ്യും. അതാണ് റിഫ്ലക്സ് ആക്ഷൻ, സഡൻ ഇൻവോളണ്ടറി ആക്ഷൻ. നോക്കിക്കേ, റിസപ്റ്റർ അവിടെ ഹോട്ട് ഒബ്ജക്റ്റ് വെച്ചു, അഫറന്റ് പാത്വേ ഡോർസൽ റൂട്ടിലൂടെ സഞ്ചരിച്ചു, ഇന്റർ ന്യൂറോണ് തിരിച്ച് ഉത്തരവ് കൊടുത്തു, മോട്ടോർ സിഗ്നൽ ഇഫറന്റ് പാത്വേ ഇഫക്റ്ററിൽ വരും. എഫറന്റ് എഫക്റ്റർ, ഇ മാറിപ്പോകരുതേ. അങ്ങനെ വിത്ഡ്രോ ചെയ്യും. മനസ്സിലായോ? നോക്കിക്കേ, അങ്ങനെ ഈ അഫറൻറ്റും ഇഫറൻറ്റും ഇതൊരു ആർച്ച് ഫോം ചെയ്യും. ഒരു ആർച്ച് അല്ലേ ഇത്? ഈ ആർച്ച് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ട് നമ്മളിതിനെ റിഫ്ലക്സ് ആർക്ക് അല്ലെങ്കിൽ ആർച്ച് എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഒരു സഡൻ ഇൻവോളണ്ടറി ആക്ഷനാണ് റിഫ്ലക്സ് ആക്ഷൻ. അത് ബ്രെയിനിൻ്റെ റിഫ്ലക്സ് ഉണ്ട്, ക്രേനിയൽ റിഫ്ലക്സ്, ബ്ലിങ്കിങ് ഓഫ് ഐ ഒക്കെ അതിന് എക്സാമ്പിളാണ്. പക്ഷേ അധികവും ബോഡിയിൽ സ്പൈനൽ റിഫ്ലക്സ് ആണ്, സ്പൈനൽ കോഡ് കൺട്രോൾ ചെയ്യുക. നമുക്ക് എക്സാമ്പിൾ ടെക്സ്റ്റിൽ പഠിക്കാനുള്ളത് സഡൻ ഇൻവോളണ്ടറി ആക്ഷൻ ഏതിൻ്റെതാ? നീ ജർക്ക് റിഫ്ലക്സ് ആണ്. നീ ജർക്ക് റിഫ്ലക്സ്, അവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചൂടുള്ളൊരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നീഡിൽ പ്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് തലവനെ അറിയിക്കും. ഇവിടെ തലവൻ സ്പൈനൽ കോഡാ അല്ലേ? അങ്ങനെ സ്പൈനൽ കോഡിലേക്ക് സെൻസറി സിഗ്നൽ പോവും. അതാണ് അഫറന്റ് ഫൈബേഴ്സ് ആണ് കൊണ്ടുപോവുക. അപ്പോൾ സെൻസറി സിഗ്നൽ പോവും. അങ്ങനെ അവിടെ ഇന്റർ ന്യൂറോൺസ് അത് മോട്ടോർ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യും. അഫറന്റ് ഇഫറന്റ്. അങ്ങനെ ഇഫറന്റ് വന്നിട്ട് ഇഫക്റ്ററിൽ വന്നിട്ട് സിഗ്നൽ കൊടുക്കും. അങ്ങനെ വിത്ഡ്രോ ചെയ്യും. ആ സഡൻ ഇൻവോളണ്ടറി ആക്ഷനെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സ് ആക്ഷൻ. അത് രണ്ടുപേരും ഒരു ആർച്ച് ഫോം ചെയ്യുന്നത് കൊണ്ട് അതിനെ റിഫ്ലക്സ് ആർച്ച് എന്ന് വിളിക്കാറുണ്ട്. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ബ്രെയിനും റിഫ്ലക്സ് ആക്ഷനൊക്കെ ഓവറോൾ സംസാരിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ രണ്ട് ടോപ്പിക്കേ ബാക്കിയുള്ളൂ. അത് നമുക്ക് ഡയഗ്രം വെച്ചിട്ട് തന്നെയാണ് സംസാരിക്കാനുള്ളത്. പാർട്സ് മാത്രമേ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ, മെക്കാനിക്സ് ഒന്നും പഠിക്കാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. കണ്ണും ചെവിയും, കണ്ണിൻ്റെ പാർട്സും ചെവിയുടെ പാർട്സും. മക്കളെ, അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്ക് കണ്ണാണ്. കണ്ണിനെ കുറിച്ച് നമ്മളോട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാം? പാർട്ട് ഓഫ് ആൻ ഐ അല്ലെ? കണ്ണിന്റെ പാർട്സിനെ കുറിച്ചാണ് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു മനുഷ്യന് 2 കണ്ണുകളുണ്ട്. എന്തിനാ നിങ്ങൾക്ക് കണ്ണ് തന്നിരിക്കുന്നത്? ആവശ്യമുള്ള കാര്യങ്ങളും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാനും വേണ്ടിയിട്ടല്ലേ ഒരു മനുഷ്യന്റെ കണ്ണ്? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു കണ്ണിന്റെ പാർട്സിനെ കുറിച്ച് നമ്മളോട് അല്ലെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു കണ്ണിന്റെ പാർട്ട് സ്ട്രക്ചർ വരച്ചാൽ എങ്ങനെയാ ഉണ്ടാവുക? അയ്യോ, ഇത് എന്ത് കണ്ണാ? കണ്ണ് ഇങ്ങനെയാണോ? പക്ഷേ ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ഫ്രണ്ട് സൈഡിലേക്കുള്ളത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഫ്രണ്ടും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ബാക്ക് സൈഡും ആണ്. ഇത് നമ്മളെ ഫ്രണ്ടിലേക്ക് കാണാൻ പറ്റുന്നത് പോസ്റ്റീരിയറാ. ഇത് കണ്ണിന്റെ ഫ്രണ്ട് ഭാഗം ആന്റീരിയറും ഇത് കണ്ണിന്റെ ബാക്ക് സൈഡ് പോസ്റ്റീരിയറും ആണ്. അപ്പൊ കണ്ണൊരു ബോൾ ലൈക്ക് സ്ട്രക്ചർ അല്ലേ? അതുകൊണ്ട് കണ്ണിനെ ഐബോൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഒരു കണ്ണിന്റെ ലൊക്കേഷൻ എവിടെയാ? ഈ സോക്കറ്റിന് അകത്തല്ലേ? ഐ സോക്കറ്റ് അല്ലേ? ആ ഐ സോക്കറ്റിനെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ്. അപ്പോൾ ഒരു കണ്ണിന്റെ ലൊക്കേഷൻ ഐ സോക്കറ്റിന്റെ അകത്താണ്. ആ സോക്കറ്റിനെ നമ്മൾ ഓർബിറ്റ് എന്നാ വിളിക്കുക അല്ലെ? ഇത് ഐ ബോൾ, ഒരു ബോൾ ലൈക്ക് സ്ട്രക്ചർ ആണല്ലോ. ബാക്ക് സൈഡിലേക്ക് ഒരു ബോൾ ലൈക്ക് സ്ട്രക്ചറാ.
അങ്ങനെ വാൾ ഓഫ് ഐബോൾ കൺസിസ്റ്റ് ഓഫ് മെയിൻലി 3 layers എന്നാ പറയാ അല്ലെ. ഒരു കണ്ണിനെ നമുക്ക് 3 ലെയർ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഔട്ടർ ലെയർ, മിഡിൽ ലെയർ ആൻഡ് ഇന്നർ ലെയർ. അപ്പൊ ഒരു കണ്ണിനെ നമുക്ക് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നോക്കിക്കേ ഏതൊക്കെയാ? ഔട്ടർ, മിഡിൽ, ഇന്നർ അല്ലെ. ഔട്ടർ മോസ്റ്റ് ലെയർ 2 സൈഡിൽ നോക്കിക്കേ. ഔട്ടർ ലെയർ, അതിന്റെ സെൻട്രലാണ് മിഡിൽ ലെയർ, അതിന്റെ ഇപ്പുറത്താണ് ഇന്നർ ലെയർ. ഔട്ടർ ലെയറിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാം? ഔട്ടർ മോസ്റ്റ് ലെയറിൽ നമ്മൾ ആരെ കാണുന്നുണ്ട്? നോക്കിക്കേ നിങ്ങള്. ഔട്ടർ മോസ്റ്റ് ലെയറിൽ നമുക്ക് അവിടെ ആരെയാണ് കാണാൻ പറ്റുക? ഔട്ടർ മോസ്റ്റ് ലെയറിൽ നമുക്ക് ഐബോളിന്റെ ഔട്ടർ മോസ്റ്റ് ലെയറിൽ നമുക്ക് കാണപ്പെടുന്ന സ്ട്രക്ചർ ആണ് ഏത്? സ്ക്ലീറ. ഔട്ടർ മോസ്റ്റ് ലെയറിൽ നമ്മൾ സ്ക്ലീറനെ കാണും. മിഡിൽ ലെയറിൽ നമ്മൾ ആരെയാ കാണാം? മിഡിൽ ലെയറിൽ നോക്കിക്കേ, ആരെയാ മിഡിൽ ലെയറിൽ കാണുന്നത്? ഈ മിഡിൽ ലെയർ ഉണ്ടോ? മിഡിൽ ലെയർ ഇങ്ങനെ നടുവിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു ഗ്രേ കളറിൽ ഇങ്ങനെ മിഡിൽ ലെയർ. ആ മിഡിൽ ലെയർ ആണ് ഏത്? കൊറോയിഡ്. ഒരു കണ്ണായാലും ചെവിയായാലും ഇന്നർ മോസ്റ്റ് സ്ട്രക്ചർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ഇന്നർ മോസ്റ്റ് ലെയർ ഒരു റെഡ് കളർ കണ്ടോ? റെഡ് കളർ. ആ ഇന്നർ മോസ്റ്റ് ലെയർ അവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്ന ലെയർ. ആ ഇമേജ് ഫോം ചെയ്യുന്ന ലെയറിന് എന്താ പറയാ? റെറ്റിന എന്നാ പറയാ. എന്തിനാ? ആന്റിനയല്ലേ, റെറ്റിന. അപ്പൊ ഒരു കണ്ണിനെ നമുക്ക് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഔട്ടർ സ്ക്ലീറ, 2 സൈഡിലുണ്ട്. മിഡിൽ കൊറോയിഡ്, ഇന്നർ റെറ്റിന. ഇങ്ങനെയാണ് നമ്മളൊരു കണ്ണിന്റെ 3 പാർട്സ് ഉള്ളത്. ഓരോ പാർട്ടിനെ വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ട്രക്ചർ ഒക്കെ നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് ആരെ കുറിച്ചിട്ടാണ്? സ്ക്ലീറനെ കുറിച്ചിട്ടാണ്. അതായത് ഈ സ്ട്രക്ചർ വെച്ച് ജസ്റ്റ് പറഞ്ഞാൽ പോരെ, എന്നെ ശ്രദ്ധിക്കൂലേ? സ്ക്ലീറ ഇറ്റ് ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ. സ്ക്ലീറ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. സ്ക്ലീറ മെയ്ഡ് അപ്പ് ഓഫ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആണ് കേട്ടോ. അപ്പൊ ഞാൻ വേണമെങ്കിൽ അല്ല ഇവിടെ എഴുതാം. സ്ക്ലീറ ഔട്ടർ മോസ്റ്റ് ലെയർ അല്ലേ. ഇവിടെ എന്ത് കണക്റ്റീവ് ടിഷ്യൂ ആണ്? ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. സ്ക്ലീറ പോസ്റ്റീരിയർ മോസ്റ്റ് റീജിയനിലേക്കല്ലേ കാണാം? നിങ്ങൾ ഡയഗ്രത്തിൽ നോക്കിക്കേ. സ്ക്ലീറ പോസ്റ്റീരിയർ മോസ്റ്റ് റീജിയനിലല്ലേ കാണാം? സ്ക്ലീറന്റെ ആന്റീരിയർ മോസ്റ്റ് റീജിയൻ എന്താ വിളിക്കുക? കോർണിയ എന്നാ വിളിക്കുക. ബാക്ക് സൈഡിലേക്കാണോ സ്ക്ലീറ ഫോർവേഡിലേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നുണ്ട്. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? ഒരു ട്രാൻസ്പാരന്റ് ലെയർ ഫോം ചെയ്യും. അതാണ് കോർണിയ. അപ്പൊ എന്ത് മനസ്സിലായി? നോക്കിക്കേ, സ്ക്ലീറന്റെ ആന്റീരിയർ മോസ്റ്റ് സെക്ഷനെ വിളിക്കുന്ന പേരാണെന്ത്? കോർണിയ. കോർണിയ ട്രാൻസ്പാരന്റ് ആണ്. കോർണിയ ട്രാൻസ്പാരന്റ് ആണ്. അതായത് അവിടെ ബ്ലഡ് സപ്ലൈ ഉണ്ടോ? ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടോ? ഫ്രണ്ട് റീജിയനിൽ നമുക്ക് ഇങ്ങനെ കോർണിയന്റെ കവറിംഗ് ഉണ്ട്. ലൈറ്റ് പാസ് ചെയ്യുന്നതിനകത്തൂടെ ട്രാൻസ്പെറന്റാ. കോർണിയ ബ്ലഡ് സപ്ലൈ ഉണ്ടോ അവിടെ? കോർണിയയിൽ ബ്ലഡ് സപ്ലൈ കാണാൻ പറ്റത്തില്ല. അപ്പൊ വാസ്കുലാർ ലെയറോ അവാസ്കുലാർ ലെയറോ? ഇവര് അവാസ്കുലാർ ലെയർ ആണ്. ഇവർക്ക് അവാസ്കുലാർ, ആബ്സെൻസ് ഓഫ് വാസ്കുലാരിറ്റി. ഇവർക്ക് ബ്ലഡ് വെസൽസിന്റെ പ്രസൻസ് ഇല്ല. മനസ്സിലായോ? ഇത്രയുമാണ് സ്ക്ലീറനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് സ്ക്ലീറനെ കുറിച്ച് പറഞ്ഞത്? സ്ക്ലീറ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. അങ്ങനെയുള്ള സ്ക്ലീറന്റെ ആന്റീരിയർ മോസ്റ്റ് സെക്ഷനെ വിളിക്കുന്ന പേരാണെന്ത്? കോർണിയ. കോർണിയ ട്രാൻസ്പെറന്റ് ആണ്. നമ്മുടെ ബ്ലഡ് സപ്ലൈ ഇല്ല. അപ്പൊ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ കോർണിയയിലൂടെ ആദ്യം എത്തുക. അത് ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് ഈ ലെൻസിലേക്ക് എത്തും. അകത്തേക്ക് ഇങ്ങനെ കടന്നു പോകും. മനസ്സിലായോ? അപ്പൊ സ്ക്ലീറനെ കുറിച്ച് പഠിച്ചു. കോർണിയ നമ്മൾ സംസാരിച്ചു. അടുത്തത് കൊറോയിഡ് ആണ്. എന്താ? കൊറോയിഡ് ആണ്. ഈ മിഡിൽ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് കൊറോയിഡ്. ഈ മിഡിൽ മോസ്റ്റ് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് കൊറോയിഡ് അല്ലേ? ഈ കൊറോയിഡ് നോക്കിക്കേ. ഈ കൊറോയിഡ് മിഡിൽ മോസ്റ്റ് സ്ട്രക്ചർ അല്ലേ? ആ കൊറോയിഡ് ഇങ്ങനെ വന്നിട്ട് ആ കൊറോയിഡ് അല്ലേ വീണ്ടും ഈ ബോഡി ഉണ്ടാവുന്നത്. അപ്പൊ കൊറോയിഡിന്റെ ഫ്രണ്ടിലേക്കുള്ള റീജിയൻ ആണ് ഏത്? ഈ ബോഡി, സിലിയറി ബോഡി. അതേപോലെ ഈ ഐറിസും. സിലിയറി ബോഡി ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഐറിസ് ഉണ്ടാവുക. നോക്കിക്കേ, ഇതും സിലിയറി ബോഡിയാ. ആ സിലിയറി ബോഡി ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഐറിസ് ഉണ്ടാവുക. അപ്പൊ കൊറോയിഡിന്റെ ഫ്രണ്ട് റീജിയനിലാണ് എന്ത് ഫോം ചെയ്യുന്നത്? കൊറോയിഡിന്റെ എക്സ്റ്റൻഷൻ ആണ് സിലിയറി ബോഡിയും ഐറിസും. മനസ്സിലായോ? അതായത് കൊറോയിഡ് എന്ന് വെച്ച് ഇത് ആന്റീരിയറും ഇത് പോസ്റ്റീരിയറും. പോസ്റ്റീരിയർ അല്ലേ കൂടുതലുള്ളത്. ഞാനൊരു കണ്ണിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം.
1 2 3. അപ്പൊ 3/2 ഭാഗം പോസ്റ്റീരിയർ അല്ലേ? ഇത് 3 ഡിവൈഡ് ചെയ്താൽ 3/2 ഭാഗം പോസ്റ്റീരിയർ അല്ലേ? 1/3 ഭാഗമേ എന്തുള്ളൂ? ആന്റീരിയർ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ പാർട്ടിനെ പോസ്റ്റീരിയർ 2/3 എന്ന് വിളിക്കാം. 3/2 ഭാഗം പോസ്റ്റീരിയർ 2/3. ഈ ഭാഗത്തിന് നമുക്ക് ആന്റീരിയർ 1/3 എന്ന് വിളിച്ചൂടെ? ആന്റീരിയർ 1/3. അപ്പോൾ കൊറോയിഡിന്റെ പോസ്റ്റീരിയർ 2/3 തിന്ന, കട്ടി കുറവാണ്. പക്ഷെ ആന്റീരിയർ 1/3 വരുമ്പോ കട്ടി ഇങ്ങനെ കൂടി വരുന്നുണ്ട്. കട്ടി കൂടി വരുന്നുണ്ട്. അവിടെയാണ് നമുക്ക് സിലിയറി ബോഡിയും ഐറിസിനും കാണാന്ന്. മനസ്സിലായോ? അത് നോക്കിക്കോ, ഇവിടെ ശ്രദ്ധിച്ചോളൂ എല്ലാവരും. നമ്മള് സ്ക്ലീറനെ കുറിച്ച് പറഞ്ഞു അല്ലേ? അടുത്ത ഞാന് കൊറോയിഡിനെ കുറിച്ച് പറയാം. കൊറോയിഡ് ഇത് വാസ്കുലാർ ലെയർ ആട്ടോ. ഇവിടെ ബ്ലഡ് സപ്ലൈ ഉണ്ട്, അതുകൊണ്ട് ഇത് ബ്ലൂയിഷ് ലൈക്ക് അപ്പിയറൻസ് ഒക്കെ പറയാറുണ്ട്. നീല കളറായിട്ടാ കാണാം. കൊറോയിഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ലെയറാ, കണ്ണിന്റെ ഉള്ളിലുള്ള അല്ലേ? ഔട്ടർ മോസ്റ്റ് സ്ക്ലീറ കഴിഞ്ഞ അടുത്തത് കൊറോയിഡ് ആണ്. അത് അവിടെ ബ്ലഡ് സപ്ലൈ ഉണ്ട്, വാസ്കുലാർ ലെയർ ആണ്, ബ്ലൂയിഷ് ലൈക്ക് അപ്പിയറൻസാ. കൊറോയിഡിനെ നമുക്ക് രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെയാ? പോസ്റ്റീരിയർ 2/3 ആന്റീരിയർ 1/3. ഇത് ബാക്ക് സൈഡ് ആണ്, ഇത് ഫ്രണ്ട് സൈഡ് ആണ്. ബാക്ക് സൈഡില് തിന്നാണല്ലോ, ഫ്രണ്ട് സൈഡ് തിക്കാണല്ലോ, ശരിയല്ലേ? അപ്പോൾ കൊറോയിഡിന്റെ പോസ്റ്റീരിയർ 2/3 തിന്നാണ്, ആന്റീരിയർ 1/3 തിക്കാണ്. ഈ ആന്റീരിയർ 1/3 തിക്കാണല്ലോ, അവിടെയാണ് ഏതൊക്കെ സ്ട്രക്ചർ നമുക്ക് കാണപ്പെടാം? ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചേ. അവിടെയൊക്കെയാണ് നമുക്ക് ഏതൊക്കെ സ്ട്രക്ചർ കാണപ്പെടുക? സിലിയറി ബോഡിയും ഐറിസും. ആന്റീരിയർ 1/3 തിക്ക, അവിടെയാണ് നമുക്ക് സിലിയറി ബോഡിയും ഐറിസും കാണപ്പെടുക. മനസ്സിലായോ? ഈ സിലിയറി ബോഡിന്റെ ഫംഗ്ഷൻ എന്താ? സിലിയറി ബോഡിക്ക് മസിൽ ഉണ്ട്, സിലിയറി മസിൽ എന്നാ വിളിക്കുക. അവരാണ് നമ്മുടെ ഫാർ വിഷനും അതേപോലെ നിയർ വിഷനും കൺട്രോൾ ചെയ്ത്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. NCERT പറഞ്ഞിട്ടില്ലേ, ഇതൊരു മെക്കാനിസം ഉണ്ട്, നമുക്ക് പഠിക്കാനില്ല. സിലിയറി ബോഡിന്റെ അകത്ത് മസിൽ ഉണ്ട്, അത് കോൺട്രാക്റ്റും റിലാക്സും ചെയ്യും. അപ്പൊ ഫാർ വിഷനും നിയർ വിഷനും കൺട്രോൾ ചെയ്യും. അതേപോലെ ഐറിസിനും മസിലുണ്ട്, ഇറിഡിയൽ മസിൽ എന്നാ വിളിക്കുക. അവർ കോൺട്രാക്ട് ചെയ്യും. റേഡിയൽ സർക്കുലർ മസിൽ പേര് പഠിക്കണ്ടേ. ഐറിസിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്യൂപ്പിൾ ഡയമീറ്റർ കൺട്രോൾ ചെയ്യാം. കൃഷ്ണമണികൾ കേട്ടിട്ടില്ലേ? പ്യൂപ്പിൾ ഡയമീറ്റർ, അതിനെങ്ങനെ കോൺട്രാക്ട് റിലാക്സ് ചെയ്യിക്കലാണ് ഇവരെ പരിപാടി. ഐറിസ് എന്ന് വെച്ചാൽ എന്താ മക്കളെ? ഒരു പിഗ്മെന്റഡ് സ്ട്രക്ചർ ആണ്, ഒരു വൈറ്റ് ഒപ്പാക്ക് സ്ട്രക്ചർ ആണ്, ഒരു പിഗ്മെന്റഡ് ഒപ്പാക്ക് സ്ട്രക്ചർ ആണ് ഐറിസ്. മനസ്സിലായോ? ഇപ്പൊ സപ്പോസ് ഇതൊരു കണ്ണാ അല്ലെ? പുറമേന്ന് കാണുമ്പോ കണ്ണ് ഇങ്ങനെയല്ലേ ഉണ്ടാവുക? അതിന്റെ സെന്ററിൽ ഇങ്ങനെ ഒരു റൗണ്ട് ഉണ്ട്, അതിന്റെ സെന്ററിൽ ഇങ്ങനെ ഒരു റൗണ്ട് ഇല്ലേ? ഒരു ചെറിയൊരു സാധനം നോക്കിയാൽ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ പ്യൂപ്പിള്. അതാണോ പ്യൂപ്പിള്? ആ പ്യൂപ്പിളിനെ ചുറ്റപ്പെട്ടിട്ട് ഇങ്ങനെ ലൈൻസ് കണ്ടിട്ടുണ്ടോ? അതാണ് നമ്മുടെ ഐറിസ് പാർട്ട്. ഐറിസ് പിഗ്മെന്റഡ് സ്ട്രക്ചർ ആണ്. ചില ആൾക്കാർക്ക് പൂച്ച കണ്ണെന്ന് പറയാറുണ്ട്, ബ്ലൂ ഐ അല്ലെങ്കിൽ കാറ്റ് ഐ ഒക്കെ ഉണ്ട്. ചില ആൾക്കാർക്ക് നീലയായിരിക്കും. അതാണ് ഐറിസ് ആണ് അല്ലെ? ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്ത് വെച്ചോ. പിഗ്മെന്റഡ് സ്ട്രക്ചർ ഓഫ് ആൻ ഐ. എന്താ ഉത്തരം? ഐറിസ്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പിഗ്മെന്റഡ് സ്ട്രക്ചർ ഓഫ് ആൻ ഐ, കണ്ണിന്റെ കളർ പോർഷൻ ഐറിസ്. അവരുടെ ഫംഗ്ഷൻ എന്താ? ഐറിസിലുള്ള മസിലിന്റെ ഫംഗ്ഷൻ എന്താ? പ്യൂപ്പിൾ ഡയമീറ്റർ കൺട്രോൾ ചെയ്ത. ഇതാണ് പ്യൂപ്പിൾ, ആ സെന്ററിലുള്ള സാധനം. അതായത് ഇതാണ് ചുറ്റും കാണപ്പെടുന്ന മസിൽ ഐറിസ്. ഐറിസ് അതിങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്തൊക്കെ പ്യൂപ്പിളിന്റെ ഡയമീറ്റർ കൺട്രോൾ ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഐറിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറ്റ് ഒപ്പാക്ക് പിഗ്മെന്റഡ് സ്ട്രക്ചർ ഓഫ് ഐസ് ആണ് ഐറിസ്. അതിന്റെ ഫംഗ്ഷൻ ആണ് പ്യൂപ്പിളിന്റെ ഡയമീറ്റർ കൺട്രോൾ ചെയ്യുക. മനസ്സിലാകുന്നുള്ളൂ? ഇത് ഔട്ടർ മോസ്റ്റ് ലെയർ സ്ക്ലീറന്റെ ഫ്രണ്ട് ഭാഗം കോർണിയൊക്കെ ഇങ്ങനെ വരുന്നതാ. ഈ വെള്ള ഭാഗം സ്ക്ലീറ. നമ്മളതിന്റെ ഉള്ളോട്ടേക്കാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കി സ്ട്രക്ചേഴ്സ് ഒക്കെ. കേട്ടോ? അപ്പൊ കൊറോയിഡിനെ കുറിച്ച് നമുക്ക് ഇത്രയാണ് സംസാരിക്കാനുള്ളത്. മനസ്സിലായോ? അപ്പൊ ഫാർ വിഷനും നിയർ വിഷനും കൺട്രോൾ ചെയ്യുന്നത് സിലിയറി ബോഡിയാണ്. സിലിയറി ബോഡി ഒന്നും കൂടി ഫോർവേഡ് എക്സ്റ്റെൻഡ് ചെയ്ത ഐറിസ് ഫോം ചെയ്യും. അവർ പ്യൂപ്പിൾ ഡയമീറ്റർ കൺട്രോൾ ചെയ്യും. വിഷമിക്കേണ്ട, നമുക്ക് സ്ട്രക്ചറിലേക്ക് പോവാം. കേട്ടോ? നോക്കിക്കേ, ഈ കൊറോയിഡ് പോസ്റ്റീരിയർ 2/3 തിന്നാണ്, ആന്റീരിയർ 1/3 തിക്കാണ്. ആന്റീരിയർ 1/3 സിലിയറി ബോഡി ഫോം ചെയ്തു. ഇവർ ഫാർ വിഷനും നിയർ വിഷനും കൺട്രോൾ ചെയ്യും. സിലിയറി ബോഡി ഒന്നും കൂടി ഫോർവേഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ്, അതാണ് ഐറിസ്. പിഗ്മെന്റഡ് സ്ട്രക്ചർ ഓഫ് അല്ലെ ആൻ ഐ. അവരാണ് എന്തിനെ കൺട്രോൾ ചെയ്യുക? ഇവിടെ ഇങ്ങനെ പ്യൂപ്പിൾ ഉണ്ടാവും. ആ പ്യൂപ്പിളിന്റെ ഡയമീറ്ററിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഐറിസ് ആണ്. ഇനിയോ ലെൻസിനെ ഹെൽഡ് ചെയ്തിരിക്കുന്നത് ആരാ? നോക്കിക്കേ നിങ്ങൾ ആ സ്ട്രക്ചറിൽ. NCERT ഉണ്ടല്ലോ ആ ഡയഗ്രാം, ഇതേ ഡയഗ്രാം. സിലിയറി ബോഡിയാണ് ലെൻസിനെ ഹെൽഡ് ചെയ്തിരിക്കുന്നത് അല്ലെ? ഒരു ലിഗമെന്റിനെ കൊണ്ട, സസ്പെൻസറി ലിഗമെന്റ്. ആ ലിഗമെന്റിന്റെ പേര് നമുക്ക് പഠിക്കാനില്ല. അപ്പോ ഈ സിലിയറി ബോഡി ഒരു ലിഗമെന്റ് ഉണ്ട്, കണ്ടോ?
ഇവിടെ ലിഗമെന്റ് കണ്ടങ്ങൾ, ലിഗമെന്റ്. ആ ലിഗമെന്റ് ലെൻസിനെ ഹെൽഡ് ചെയ്തിരിക്കുന്നു. ഒരു മനുഷ്യന്റെ കണ്ണ് എന്ത് ലെൻസാ കാണാ? കോൺകേവോ കോൺവെക്സോ? ഇത് എന്ത് ലെൻസാ? കോൺവെക്സ് അല്ലേ? ബൈ കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ ഒരു മനുഷ്യന്റെ കണ്ണിന്റെ ലെൻസിനെ ഹെൽഡ് ചെയ്തിരിക്കുന്ന പാർട്ട് സിലിയറി ബോഡിന്റെ ലിഗമെന്റ് ആണ്. മനസ്സിലായോ? ഇത്രയുമാണ് നമുക്ക് മിഡിൽ ലെയറിൽ പഠിക്കാനുള്ളത്. കണ്ണ് പഠിക്കുമ്പോഴും ചെവി പഠിക്കുമ്പോഴും ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണ്? ഇന്നർ മോസ്റ്റ് ലെയർ. അതേതാ? റെറ്റിനയാണ്. ഇതാണ് റെറ്റിന. ഈ ഇന്നർ മോസ്റ്റ് ലെയർ ആണ് റെറ്റിന. ഇവിടെ ശ്രദ്ധിച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ റെറ്റിന വേറെ തന്നെ എഴുതി പഠിപ്പിക്കട്ടോ. നല്ല കുട്ടികളല്ലേ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കൂലേ? മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഫോളോ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി റിവൈൻഡ് എടുത്ത് കാണണം കേട്ടോ. അപ്പൊ നമ്മള് കൊറോയിഡ് പഠിച്ചു. ഇനി അടുത്തത് ഇന്നർ മോസ്റ്റ് ലെയർ ആയ റെറ്റിന. റെറ്റിന ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താ ചോദിക്കാൻ? അതെന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് മാർക്ക് ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചോ. ഇമേജ് ഫോം ചെയ്യുന്ന ലെയർ അല്ലേ റെറ്റിന? ഒരു കണ്ണിന്റെ ഇന്നർ മോസ്റ്റിലെ ലൈറ്റ് അടിച്ചിട്ട് ഉള്ളിലേക്കാണ് ആദ്യം എത്തുന്നത്, റെറ്റിനയിലേക്കാണ് എത്തുന്നത്. അകത്തെ ഭാഗത്ത് റെറ്റിനയിലേക്ക് ആദ്യം എത്തുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു മനുഷ്യന്റെ റെറ്റിന എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 സെൽസ് കാണും. ന്യൂറൽ സെൽസ് എന്നാ വിളിക്കാം. ഒരു മനുഷ്യന്റെ റെറ്റിന എടുത്തു കഴിഞ്ഞാൽ അതില് 3 ന്യൂറൽ സെൽസിന്റെ പ്രസൻസ് ഉണ്ട്. ചോദിക്കാറുണ്ട്, അറേഞ്ച് ദ ലെയേഴ്സ് ഓഫ് റെറ്റിന ഫ്രം ഔട്ടർ ടു ഇന്നർ. ആ സെൽസിന്റെ അറേഞ്ച്മെന്റ്. പക്ഷെ NCERT-യില് ഇന്നർ ടു ഔട്ടർ ആണ് കൊടുത്തത്. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ പഠിക്കാം. ചിലപ്പോ ക്വസ്റ്റ്യൻ ഔട്ടർ ടു ഇന്നർ ചോദിക്കും. പക്ഷെ ഞാൻ NCERT പഠിപ്പിക്കുന്ന ഇന്നർ ടു ഔട്ടർ. ഏറ്റവും ഇന്നർ മോസ്റ്റ് സെൽസ് നമ്മൾ കാണുന്നത് ഗാംഗ്ലിയോണിക് സെൽസ് ആണ്. ഗാംഗ്ലിയോണിക് സെൽസ് കഴിഞ്ഞാല് അത് ആരുമായിട്ട് കണക്റ്റഡാ? ബൈപോളാർ സെൽസുമായിട്ട് കണക്റ്റഡാ. അത് ആരുമായിട്ട് കണക്റ്റഡാ? ഫോട്ടോ റിസപ്റ്റർ സെൽസുമായിട്ട് കണക്റ്റഡാ. അപ്പോൾ റെറ്റിനന്റെ ന്യൂറൽ സെൽസ് ഇന്നർ ടു ഔട്ടർ. ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നർ ടു ഔട്ടർ ആണ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാം? ഇങ്ങനെയാണ് ആൻസർ ചെയ്തത്. ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഗാംഗ്ലിയോണിക് സെൽസ്, ബൈപോളാർ സെൽസ് അല്ലെ, ബൈപോളാർ ന്യൂറോൺ റെറ്റിനൽ ഞാൻ പഠിപ്പിച്ചു. ഫോട്ടോ റിസപ്റ്റർ സെൽ. ഇനി ക്വസ്റ്റ്യൻ മാറി ഔട്ടർ ട്വിന്നർ ആണെങ്കിലോ? ക്വസ്റ്റ്യനിൽ ഔട്ടർ ട്വിന്നർ ആണെങ്കിലോ ഇവിടെ ഇങ്ങോട്ടേക്ക് എഴുതണം. ഔട്ടർ ട്വിന്നർ ആണെങ്കിൽ ഇവിടെ ഇങ്ങോട്ടേക്ക് ആരോട്ട് എഴുതണം. മനസ്സിലായോ? ഫോട്ടോ റിസപ്റ്റർ, ബൈപോളാർ, ഗാംഗ്ലിയോണിക് അങ്ങനെ എഴുതണം. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. റെറ്റിനന്റെ 3 സെൽസിനെ അറേഞ്ച് ചെയ്യാൻ. ഔട്ടർ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയും പറയാം അല്ലെ? അറേഞ്ച് ചെയ്യാനേ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ. ഔട്ടർ ടു ഇന്നർ, ഇന്നർ ടു ഔട്ടർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. അറേഞ്ച് മാത്രമാണെങ്കിൽ നമുക്ക് ഹെഡിങ് കൊടുക്കാം. എന്ത്? ഫ്രം ഔട്ടർ ടു ഇന്നർ. ഇവിടെ നിങ്ങട്ടേക്ക് എഴുതാം. അല്ലെങ്കിൽ ഫ്രം ഇന്നർ ടു ഔട്ടർ. ഇവിടെ നിങ്ങട്ടേക്ക് എഴുതാം. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിരിക്കുന്നത് ഇന്നർ ടു ഔട്ടർ ആണ്. ഇന്നർ ടു ഔട്ടർ എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഗാംഗ്ലിയോണിക് സെൽസ്, ബൈപോളാർ സെൽസ്, ഫോട്ടോ റിസപ്റ്റർ സെൽസ്. ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഏത് സെല്ല്? ഒരു നമ്മളെ കണ്ണിന് കാഴ്ചക്കുള്ള കാരണം തന്നെ ഈ ഫോട്ടോ റിസപ്റ്റർ സെൽസ് ആണ്. അപ്പൊ നമുക്ക് ആരെ കുറിച്ച് പഠിക്കണം? ഫോട്ടോ റിസപ്റ്റർ സെൽസിനെ കുറിച്ച് പഠിക്കണം. ഏതൊക്കെയാണ് മക്കളെ ഫോട്ടോ റിസപ്റ്റർ സെൽ? ഫോട്ടോ റിസപ്റ്റർ സെൽസ് 2 ടൈപ്സ് ഉണ്ട്. റോഡ്സും ഉണ്ട്, കോൺസും ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ റോഡ്സിന്റെ എണ്ണം, കോൺസിന്റെ കുറച്ചേ ഉള്ളൂ. ഈ റോഡ്സിലുള്ള പിഗ്മെന്റിനെ വിളിക്കുന്ന പേരെന്താ? റോഡ്സ് അല്ലേ? അപ്പൊ എന്തോപ്സിൻ, റോഡോപ്സിൻ. സിമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ കോൺസിൽ ഒരു പിഗ്മെന്റ് ഉണ്ട്. ഈ ഡിഫറൻസുകൾ മനസ്സിലാക്കിയാൽ മതി. കോൺസിലുള്ള പിഗ്മെന്റിനെ നമ്മള് അയഡോപ്സിൻ എന്നാ വിളിക്കും. അയഡോപ്സിൻ അല്ലെ? റോഡോപ്സിൻ ഇത് പർപ്പിൾ കളറാ, പർപ്പിൾ പിഗ്മെന്റാ കേട്ടോ. പർപ്പിളിഷ് റെഡ് ആണ്, പർപ്പിളിഷ് റെഡ്. അയഡിന് വയലറ്റ് അല്ലേ? അപ്പൊ ഇത് വിഷ്വൽ വയലറ്റ് ആണ്. പിഗ്മെന്റ് അല്ലേ? കളർ ഫോം അല്ലേ? അപ്പൊ റോഡ്സിലുള്ള പിഗ്മെന്റിന്റെ പേര് റോഡോപ്സിൻ ആണ്, അത് പർപ്പിളിഷ് റെഡ് ആണ്. കോൺസിലുള്ള പിഗ്മെന്റിന്റെ പേര് അയഡോപ്സിൻ ആണ്, അത് വിഷ്വൽ വയലറ്റ് ആണ്. ഇവരെ എന്ത് വിഷൻ ആണ് സഹായിക്കുക? ഇമ്പോർട്ടന്റ് ഡിഫറൻസ് ആണത്. ഈ റോഡ്സ് സഹായിക്കുന്നത് രാത്രികാല വെളിച്ചാണോ അല്ലെങ്കിൽ പകൽ വെളിച്ചമാണോ? നൈറ്റ് വിഷൻ ആണ്. അതായത് ഡിം ലൈറ്റ് വിഷൻ. ഡിം ലൈറ്റ് വിഷൻ ആണ് ഇവരെ സഹായിക്കുക. അതിന് നമ്മള് ട്വിലൈറ്റ് വിഷൻ എന്നും വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ സ്കോട്ടോപിക് വിഷൻ എന്ന് വിളിക്കാറുണ്ട്. സ്കോട്ടോപിക്. അപ്പൊ ഇവരെന്ത് വിഷനാ സഹായിക്കുക? പകൽ വെളിച്ചമാണ്, ഡേ ലൈറ്റ് ആണ്, ഡേ ലൈറ്റ് വിഷൻ ആണ്, അല്ലെങ്കിൽ കളർ വിഷൻ, കളർ വിഷൻ, അല്ലെങ്കിൽ ഫോട്ടോപിക് വിഷൻ. ചുരുക്കി പറഞ്ഞാൽ ഇവർ ഇരുട്ടുള്ള സമയത്തുള്ള കാഴ്ചയും ഇവര് പകൽ വെളിച്ചു. കളർ വിഷൻ അവർ സഹായിക്കും. കളർ വിഷൻ മനസ്സിലാകുന്നുണ്ടോ?
ഇവര് മെയിൻ ആയിട്ട് ഇതിൽ ചില സെൽസ് ഉണ്ട്, അതിന്റെ പേര് നമുക്ക് പഠിക്കാനില്ല. കോൺസ് ഉണ്ട്, ഒരു കോൺസ് ആണ്. അവർ ഏതൊക്കെ കളർ പ്രൊഡ്യൂസ് ചെയ്യും? റെഡും ഗ്രീനും ബ്ലൂ കളറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ഒരുമിച്ച് ഫങ്ഷനിങ് ചെയ്താൽ ഏത് കളർ അപ്പിയർ ആവും? വൈറ്റ് കളർ അപ്പിയർ ആവും. അപ്പൊ ഇവര് പകൽ വെളിച്ചത്തിന് കളർ വിഷൻ ആണ് കോൺസ് സഹായിക്കുക. പക്ഷെ ഇവരോ ഡിം ലൈറ്റ് ടു ലൈറ്റ് വിഷനാ, അതായത് രാത്രികാല വിഷനാണ് റോഡ്സ് സഹായിക്കുക. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ നോക്കിക്കേ, ഇതിൽ ഞാൻ റോഡോപ്സിൻ പഠിപ്പിച്ചു. ഓപ്സിൻ ഇറ്റ് ഈസ് ദ ഇല്ലേ, അതിലെ ഇതിലൊരു ആൽഡിഹൈഡ് ഉണ്ട്. ഏതാ? ഒരു റോഡോപ്സിൻ എന്ന് വെച്ചാൽ സ്ട്രക്ചർ എന്തൊക്കെയാ ഉണ്ടാവുക? ഓപ്സിനും ഉണ്ട്, അതേപോലെ അതൊരു ആൽഡിഹൈഡ് ഉണ്ട്, റെറ്റിനാൽ. ഇറ്റ് ഈസ് ഡെറിവേറ്റീവ് ഓഫ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ ഡെറിവേറ്റീവ് ആണ് റോഡ്സിലുള്ളത്. റോഡോപ്സിൻ ആണ്. റോഡോപ്സിന്റെ സ്ട്രക്ചർ എന്താ? ഓപ്സിനും റെറ്റിനാലും കൂടി ചേർന്നാലാണ് റെറ്റിനാൽ ഒരു ആൽഡിഹൈഡ്. ആൽഡിഹൈഡ്. ഈ റെറ്റിനാലും കൂടി ചേർന്നാലാണ് ഈ റോഡോപ്സിൻ ഉണ്ടാവുക. റെറ്റിനാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് വൈറ്റമിൻ എ ആ. അപ്പൊ വൈറ്റമിൻ എ റിച്ച് ഫുഡ് കഴിക്കണ്ടേ? വൈറ്റമിൻ എ കുറഞ്ഞു കഴിഞ്ഞാലോ, ഡെഫിഷ്യന്റ് ആയി കഴിഞ്ഞാലോ നൈറ്റ് ബ്ലൈൻഡ്നെസ് കേട്ടിട്ടുണ്ടോ? രാത്രികാല വിഷൻ ഉണ്ടാവില്ലാന്ന്. രാത്രി കാഴ്ച നമ്മൾക്ക് നല്ലോണം മങ്ങും വൈറ്റമിൻ എ ഡെഫിഷ്യന്റ് ആയാലേ. അത് ഇതിൽ നിന്ന് വ്യക്തമാണ്. മനസ്സിലായിട്ടുണ്ടോ? ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ റോഡ്സിലുള്ള പിഗ്മെന്റിന്റെ പേരെന്താ? റോഡോപ്സിൻ. കോൺസിലുള്ള പിഗ്മെന്റിന്റെ പേരെന്താ? അയഡോപ്സിൻ. ഇത് ഏത് വിഷനാ സഹായിക്കുക? നൈറ്റ് വിഷൻ. ഇത് ഡേ ലൈറ്റ് വിഷൻ അല്ലെങ്കിൽ കളർ വിഷൻ. ഒരുമിച്ച് ഫങ്ഷൻ ചെയ്ത വൈറ്റ് കളർ അപ്പിയർ ആവും. ഈ കളറൊക്കെ ഇതിൽ കുറെ പിഗ്മെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേര് നമുക്ക് പഠിക്കാനില്ല. പക്ഷെ ഈ സെന്റൻസ് മനസ്സിലാക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ 2 ഡിഫറൻസ് എങ്കിലും പഠിച്ചേ പറ്റുള്ളൂ. പിഗ്മെന്റിന്റെ പേരും ഏത് വിഷനാണ് സഹായിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഫോട്ടോ റിസപ്റ്റർ സെൽസിനെ കുറിച്ചിട്ട് ഇവരെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ആ സ്ട്രക്ചറിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പം ഇന്നർ മോസ്റ്റ് ലെയർ ആണ് റെറ്റിന. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അവിടെ ഫോട്ടോ റിസപ്റ്റർ സെൽസിന്റെ പ്രസൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയോ ഈ ഫോട്ടോ റിസപ്റ്റർ സെൽസ്, അതായത് കോൺസ് ഒക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു സ്പോട്ട് ഉണ്ട്. അതിന് യെല്ലോ സ്പോട്ട് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മാക്കുല ലൂട്ടിയ എന്നൊക്കെ വിളിക്കും. അതിന്റെ സെൻട്രൽ പിറ്റിനെ വിളിക്കുന്ന പേരാണ് ഫോവിയ. എങ്ങനെയാ മക്കളെ? എന്നെ ശ്രദ്ധിച്ചേ. ഇവിടെയാണ് റെറ്റിന. ആ റെറ്റിനന്റെ ലാറ്ററിലേക്ക് നീങ്ങാം. ഇത് പോസ്റ്റീരിയർ ആണല്ലോ. അവിടുന്ന് ലാറ്ററിലേക്ക് ഇങ്ങനെ നീങ്ങി കഴിഞ്ഞാല് അവിടെ ഒരു കുഴിയുണ്ട്. ആ കുഴി കണ്ടോ? ആ കുഴിക്ക് വിളിക്കുന്ന പേരാണ് ഫോവിയ. അതായത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കോൺസിന്റെ പ്രസൻസ് ഉണ്ടാവുക. കോൺസ് ആർ ഡെൻസ്ലി പാക്ഡ്. അതുകൊണ്ട് ആ സ്പോട്ടിനെ നമ്മളെ യെല്ലോ സ്പോട്ട് എന്ന് വിളിക്കാം. ഇവിടെ കാണപ്പെടുന്ന സ്പോട്ടിനെ വിളിക്കുന്ന പേരെന്താ? യെല്ലോ സ്പോട്ട്, മാക്കുല ലൂട്ടിയം എന്നൊക്കെ വിളിക്കാറുണ്ട്. ആ മാക്കുല ലൂട്ടിയ അല്ലെങ്കിൽ യെല്ലോ സ്പോട്ടിന്റെ സെൻട്രൽ പിറ്റ് കണ്ടിട്ടോ? നിങ്ങൾ NCERT എടുത്ത് നോക്കിക്കേ. ഇവിടെ ഒരു കുഴിയുണ്ട്. ആ കുഴി, യെല്ലോ സ്പോട്ടിന്റെ കുഴിക്ക് വിളിക്കുന്ന പേരാണ് ഫോവിയ. ഫോവിയ സെൻട്രാലിസ്. ഫോവിയ. Where visual acuity is maximum, visual resolution is maximum. ഒരു ഇമേജിന്റെ ഏറ്റവും കൂടുതൽ റെസൊല്യൂഷൻ ഇമേജ് കിട്ടുന്ന സ്ഥലമാണ് ഫോവിയ. അപ്പൊ ഫോവിയന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചാൽ, എന്താ ഫോവിയ? നിങ്ങൾ ഫോവിയ എക്സാമിന് ചോദിച്ചു, ഫോവിയനെ കുറിച്ച് എഴുതാൻ പറഞ്ഞു. നിങ്ങൾ എന്താ എഴുതാം? യെല്ലോ സ്പോട്ടിന്റെ സെൻട്രൽ ഡിപ്രസ്ഡ് റീജിയനെ വിളിക്കുന്ന പേരാണ് ഫോവിയ. ഫംഗ്ഷൻ ഹൈഫൺ എന്താ ഫംഗ്ഷൻ? Visual acuity is maximum here. Visual resolution of image is maximum here. ഒരു ഇമേജിന്റെ റെസൊല്യൂഷൻ ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ സെൻട്രൽ സ്പോട്ടിലാണ്, ഫോവിയയിലാണ്. ആ യെല്ലോ സ്പോട്ടിന്റെ സെൻട്രൽ പിറ്റ് ആണ് ഫോവിയ. Where cones are densely packed. അവിടെയാണ് കോൺസ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന റീജിയൻ. ഇനിയോ ഫോട്ടോ റിസപ്റ്റർ സെൽസ് റോഡ്സും കോൺസും അല്ലേ? അതൊന്നും കാണപ്പെടാത്ത റീജിയൻ ആണ് ഇത്. അതാണ് ഏത് സ്പോട്ട്? ബ്ലൈൻഡ്, ശൂന്യമായ സ്പോട്ട്, ബ്ലൈൻഡ് സ്പോട്ട്. കണ്ടോ? അവിടെ റെറ്റിനന്റെ ലെയർ നിങ്ങൾക്ക് NCERT എടുത്ത് നോക്ക്. കറക്റ്റ് അവിടെ കാണാൻ പറ്റൂല. ബ്ലൈൻഡ് സ്പോട്ടാ. വേർ ഫോട്ടോ റിസപ്റ്റർ സെൽസ് ആർ ആബ്സെന്റ് ഹിയർ. റോഡ്സും കോൺസും ഒന്നും കാണപ്പെടാത്ത റീജിയൻ ആണ് ബ്ലൈൻഡ് സ്പോട്ട്, ബ്ലൈൻഡ് ആയിരിക്കുന്ന സ്പോട്ട്. മനസ്സിലായോ? അപ്പൊ നമ്മള് ഏകദേശം എല്ലാരെ കുറിച്ചും പറഞ്ഞു. പക്ഷെ ആരെ കുറിച്ച് പറഞ്ഞിട്ടില്ല? അക്വസ് ചേംബറും വിട്രിയസ് ചേംബറും. ഇവരെ ലൊക്കേഷൻ അറിഞ്ഞിരിക്കുക. അത് ഡയഗ്രത്തിൽ നിന്ന് വ്യക്തമാണ്. അക്വസ് ചേംബർ എവിടെ കാണപ്പെടുന്നു? ബിറ്റ്വീൻ കോർണിയ ആൻഡ് ലെൻസ്. കോർണിയക്കും ലെൻസിന്റെ ഇടയിലാണ് അക്വസ് ചേംബറിനെ കാണാം. അവിടെ ഒരു ഫ്ലൂയിഡിന്റെ പ്രസൻസ്, അതാണ് അക്വസ് ഹ്യൂമർ. ഹ്യൂമർ എന്ന് വെച്ചാൽ ഫ്ലൂയിഡ് എന്നർത്ഥം. അപ്പൊ കോർണിയക്കും ലെൻസിനും ഇടയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് ഇത് അക്വസ് ഹ്യൂമർ, അക്വസ് ഫ്ലൂയിഡ്. മനസ്സിലായോ? അവര് പ്രഷർ, കണ്ണിന് ന്യൂട്രീഷൻസ് കൊടുക്കാനും പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സഹായിക്കാൻ അഡീഷണൽ ആണ് അറിഞ്ഞിരിക്കുക. ഇനിയോ എവിടെയാണ് വിട്രിയസ് ചേംബർ കാണാം? ബിറ്റ്വീൻ ലെൻസ് ആൻഡ് റെറ്റിന. ബിറ്റ്വീൻ ലെൻസ് അല്ലേ? അത് നോക്കണോ? അക്വസ് ചേംബർ ഈ രണ്ടാൾക്കിടയിൽ, വിട്രിയസ് ചേംബർ ലെൻസിന്റെ റെറ്റിനന്റെ ഇടയിലല്ലേ?
ഇവിടെ ഫ്ലൂയിഡ് കാണുന്നുണ്ട്, അതാണ് വിട്രിയസ് ഹ്യൂമർ. ട്രാൻസ്പാരന്റ് ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ്. ട്രാൻസ്പാരന്റ് ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആ. ഇവിടെ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. ഇവിടെ വാട്ടറി ലൈക്ക് സബ്സ്റ്റൻസ് അവിടെ കാണാം. അക്വസ് വാട്ടർ ആണ്. ഇവിടെ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ് വിട്രിയസ് ഫ്ലൂയിഡ്. അവരാണ് കണ്ണിന്റെ ഈ ബോളിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവരെ പരിപാടി എന്നൊക്കെ പറയാറുണ്ട്. ഐബോളിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇവര് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക, ഇവര് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെയൊക്കെ പറയാറ് അഡീഷണൽ ആണ്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇത്രയുമാണ് നമ്മളെ കണ്ണിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയാനുള്ളത്. മനസ്സിലായോ? മെക്കാനിസം നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ, ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ലൈറ്റ് ഇങ്ങനെ വരും, കോർണിയ ട്രാൻസ്പെറന്റ് അല്ലേ, അങ്ങനെ അതുവഴി ലെൻസിലേക്ക് എത്തും. ലെൻസിൽ നിന്ന് നേരെ എവിടേക്ക് എത്തും? റെറ്റിനയിലേക്ക് എത്തും. റെറ്റിനന്റെ ഔട്ടർ മോസ്റ്റ് സെല്ല് ഫോട്ടോ റിസെപ്റ്റർ സെൽസ് അല്ലേ പഠിപ്പിച്ചേ, അതിൽ വന്ന് അടിക്കും. റോഡ്സിലും കോൺസിലും ലൈറ്റ് വന്ന് അടിച്ചാൽ എന്ത് ചെയ്യും? അവരുടെ സ്ട്രക്ചർ മാറും. അങ്ങനെ അവർക്കൊരു ഉണർവ് കിട്ടി. സ്പീഡ് പറയാൻ ആവശ്യമില്ല. ആ റോഡ്സ് ബൈപോളാർ ന്യൂറോൺസുമായിട്ട് കണക്റ്റഡാ. ആ ബൈപോളാർ ന്യൂറോൺസ് ഗാംഗ്ലിയോണിക് സെൽസുമായിട്ട് കണക്റ്റഡാ. ആ ഗാംഗ്ലിയോണിക് സെൽസ് ഒപ്റ്റിക് നെർവുമായിട്ട് കണക്റ്റഡാ. അങ്ങനെ ആ ഉണർവ് ഒപ്റ്റിക് നെർവിലേക്ക് എത്തും. അങ്ങനെ ആ ഒപ്റ്റിക് നെർവ് എവിടേക്ക് എത്തിക്കും? ബ്രെയിന്റെ ബാക്ക് റീജിയൻ ഉണ്ട്, ഓക്സിപിറ്റൽ ലോബ്, അവിടെയാണ് വിഷ്വൽ കോർട്ടക്സ്, അവിടേക്ക് അറിയിക്കും. അങ്ങനെ എക്സ്പീരിയൻസ് ഓഫ് വിഷൻ കാണാൻ സഹായിക്കും. ആ മെക്കാനിസം നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ലൈറ്റ് ഇങ്ങനെ വരും, സ്ട്രക്ചർ ചേഞ്ച് ആവും, ഒപ്റ്റിക് നെർവ് അവസാനം അറിയും, അങ്ങനെ ബ്രെയിനിനെ അറിയിക്കും. അങ്ങനെയാണ് മെക്കാനിസം ഓഫ് വിഷൻ നടക്കുന്നത്. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാ കേട്ടോ. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത് പാർട്ട് ഓഫ് ഐ ആണ്. ഞാൻ ഒന്നുകൂടി പറയാണേ. ഔട്ടർ സ്ക്ലീറ, മിഡിൽ കൊറോയിഡ്, ഇന്നർ റെറ്റിന. ഓക്കെ ആണല്ലോ? എന്നിട്ട് ഞാൻ ആദ്യം ആരെ കുറിച്ച് എടുത്തു? സ്ക്ലീറ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. ആന്റീരിയർ മോസ്റ്റ് കോർണിയ എന്ന് വിളിക്കുന്നത് ട്രാൻസ്പെറന്റ് ആണ്, അവിടെ ബ്ലഡ് സപ്ലൈ ഇല്ല. അടുത്തത് കൊറോയിഡ് പഠിപ്പിച്ചു അല്ലെ, വാസ്കുലാർ ലെയർ ആണ്, ബ്ലൂയിഷ് ലൈക്ക് അപ്പിയറൻസ്. ആന്റീരിയർ 1/3 തിക്കാണ്, പോസ്റ്റീരിയർ 2/3 തിന്നാണ്. ആന്റീരിയർ 1/3 സിലിയറി ബോഡി, ഐറിസും കാണാം. സിലിയറി ബോഡിന്റെ ഫംഗ്ഷൻ അവിടെ മസിൽ ഉണ്ട്, ഫാർ വിഷനും നിയർ വിഷനും കൺട്രോൾ ചെയ്യും. പിഗ്മെന്റഡ് സ്ട്രക്ചർ ഓഫ് ആൻ ഐ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഐറിസ് ആണ്, വൈറ്റ് ഒപാക് സ്ട്രക്ചർ ആണ് അല്ലെ. അവർ ഐറിസിന്റെ ഫംഗ്ഷൻ ചോദിക്കാറുണ്ട്. എന്താ ഐറിസിന്റെ ഫംഗ്ഷൻ? പ്യൂപ്പിൾ ഡയമീറ്റർ കൺട്രോൾ ചെയ്യലാണ്. അടുത്തത് റെറ്റിന, ഇമ്പോർട്ടന്റ് ആണ്, ഇത് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എവിടുന്ന് എവിടേക്ക് അറേഞ്ച്മെന്റ് ചോദിച്ചാൽ കേട്ടോ. അതുപോലെ ഫോട്ടോ റിസെപ്റ്റർ സെൽസ് ഏതൊക്കെയാണ് നമ്മൾ പഠിപ്പിച്ചു, അവർ തമ്മിലുള്ള വ്യത്യാസങ്ങളും പറഞ്ഞു. ഇത്രയുമാണ് നമുക്ക് പാർട്ട് ഓഫ് ആൻ ഐ പഠിക്കാനുള്ളത്. ഇത് കൺഫ്യൂഷൻ ഉണ്ടാവും എനിക്കറിയാം, കൺഫ്യൂഷൻ ഉള്ള ഒരു പാർട്ടാണ്. ഇപ്പൊ നിങ്ങൾ 2 or 3 തവണ ഇത് എടുത്തിട്ട് പഠിച്ച് വായിച്ചേ പറ്റുള്ളൂ. എന്നിട്ട് NCERT വായിക്കണം മക്കൾ, ഈ പാർട്ട് ഐന്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെഷനിലേക്ക് നീങ്ങാം. അതേതാ? സ്ട്രക്ചർ ഓഫ് ആൻ ഇയർ, ചെവിയെ കുറിച്ച് പഠിക്കാം മക്കളെ. അപ്പൊ നമുക്ക് അടുത്തത് ആരെ കുറിച്ച് പഠിക്കാം? ഇയറിനെ കുറിച്ച് പഠിക്കാം, ചെവിയെ കുറിച്ച് പഠിക്കാം അല്ലെ. അപ്പൊ ഇവിടേക്ക് ശ്രദ്ധിച്ച എല്ലാവരും, എങ്ങനെയൊക്കെയാണ് ഒരു ചെവിന്റെ ഫംഗ്ഷൻ? എന്താ? ഒരു ചെവിക്ക് മെയിൻ ആയിട്ട് 2 ഫംഗ്ഷൻസ് ഉണ്ട് അല്ലെ. എന്തൊക്കെയാണ് ഒരു ചെവിയുടെ 2 ഫംഗ്ഷന്? അവര് ഒന്നാമത്തേതായിട്ട് ഹിയറിങ്ങിനെ സഹായിക്കും, രണ്ടാമത്തേതായിട്ട് അവര് ബോഡി ബാലൻസും മെയിൻറ്റെയിൻ ചെയ്യും. ബോഡി ബാലൻസ്. അപ്പൊ ഒരു ചെവിക്ക് 2 ഫംഗ്ഷനാ, കേൾവിക്കും സഹായിക്കുന്നുണ്ട്, ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ശരിയല്ലേ? അപ്പൊ നല്ല കുട്ടികളായിട്ട് ശ്രദ്ധിച്ചിരിക്കൂലേ. ഞാനൊരു ചെവിന്റെ പടം ഇവിടെ വരയ്ക്കാൻ പോകും, സ്ട്രക്ചർ കേട്ടോ. എങ്ങനെയാണ്? എന്റേതായ ഒരു ചെവിയാണ്, എന്നിട്ട് ശരിക്കുള്ള ചെവി ഞാൻ കാണിച്ചത്. ഞാൻ എന്റെ ചെവി ആദ്യം വരയ്ക്കട്ടെ അല്ല. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആണ് നമ്മുടെ ചെവിക്ക് ഏകദേശം ഉണ്ടാവുക. നിങ്ങൾ നോക്കിക്കേ, ഇത് എക്സ്റ്റേണൽ ഇയർ ആണ്. അത് കഴിഞ്ഞാൽ മിഡിൽ ഇയർ ഇങ്ങനെ ഉണ്ട്, ഞാൻ പഠിപ്പിക്കും. ഓരോന്നിന്റെ പേര് മാത്രം നമുക്ക് പഠിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ ഇന്നർ ഇയർ ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിന്റെ മുകളിൽ ഒരു മുയൽക്കുട്ടി ഉണ്ട്. എന്താന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഏകദേശം ഒരു മനുഷ്യന്റെ ചെവിന്റെ സ്ട്രക്ചർ ഉണ്ടാവുക. ഇത് എക്സ്റ്റേണൽ ഇയർ ആണ്, ഇത് മിഡിൽ ഇയർ ആണ്, ഇത് ഇന്നർ ഇയർ ആണ്. അപ്പൊ നമുക്ക് ചെവിയെ ഞാനൊരു ക്ലാസിഫിക്കേഷൻ ആയിട്ട് ഇവിടെ എഴുതട്ടെ അല്ലെ. എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, നേരത്തെ എഴുതിയതുപോലെ തന്നെ ഇന്നർ ഇയർ. എക്സ്റ്റേണൽ ഇയറിൽ വരുന്ന പാർട്സ് ഏതൊക്കെയാണ്? ഒന്ന് ഇതുണ്ടല്ലോ, ഇതിനെ നമ്മള് പിന്നല്ലേ വിളിക്കുക. പിന്ന എന്താ വിളിക്കുക? പിന്ന. അപ്പൊ എക്സ്റ്റേണൽ ഇയറിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ പേര് കിട്ടി, പിന്ന. പിന്നെ കഴിഞ്ഞാൽ ഒരു കനാലല്ലേ, ഓഡിറ്ററി കനാൽ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ അക്കൗസ്റ്റിക്, എക്സ്റ്റേണൽ ഓഡിറ്ററി മിയാറ്റസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ അക്കൗസ്റ്റിക് മിയാറ്റസ്.
ഇത് കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ, ഈ പേര് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് പഠിച്ചാൽ മതി? ഓഡിറ്ററി കനാൽ എന്ന് വിളിച്ചാൽ മതി. ഇത് ഓഡിറ്ററി കനാലാ. അതിന്റെ അകത്താണ് ചെവിക്കല്ല് ഉണ്ടാവുക. ആ ചെവിക്കല്ലിനെ വിളിക്കുന്ന പേരാണ് ഇയർ ഡ്രം എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ടിംബാനിക് മെംബ്രെയിൻ. ഇയർ ഡ്രം എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ടിംബാനിക് മെംബ്രെയിൻ. കേട്ടോ, ടിംബാനിക് മെംബ്രെയിൻ. അപ്പൊ എക്സ്റ്റേണൽ ഇയറിൽ ഏതൊക്കെ പാർട്സ് വരുന്നുണ്ട്? പിന്ന, ഓഡിറ്ററി കനാൽ, ഇയർ ഡ്രം. ആ ഇയർ ഡ്രം ഇല്ലേ, ടിംബാനിക് മെംബ്രെയിന്, അവരാരുമായിട്ട് കണക്റ്റഡാ? ഇതൊക്കെ കണക്റ്റഡ് ആണ്. എക്സ്റ്റേണൽ ഇയർ ആ തുമ്മിയ ഭാഗം ഒന്ന് കട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ആ എക്സ്റ്റേണൽ ഇയർ മിഡിൽ ഇയറുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ? മിഡിൽ ഇയറിന് 3 പാർട്സ് ആണ്. മിഡിൽ ഇയറിന്റെ ഷോർട്ട് ഫോം മിസ് എന്നാ. എന്താ മിസ്? ഏത് മിസ്സാണത്? മാത്സിന്റെ മിസ്സാ? എന്ത് ചളിയാടോ? അപ്പോൾ എക്സ്റ്റേണൽ ഇയർ മിഡിൽ ഇയറുമായിട്ട് കണക്റ്റഡ് ആണ്. ആ മിഡിൽ ഇയറിന്റെ പാർട്സിനെ മിസ് എന്നാ വിളിക്കുക. മിഡിൽ ഇയറിന്റെ പാർട്ടിന്റെ ഷോർട്ട് ഫോം ആണോ മിസ്? എം എന്ന് വെച്ചാല് മാലിയസ്. എം എന്താണ്? മാലിയസ്. മാലിയസ്. ഐ എന്ന് വെച്ചാല് ഇൻകസ്. എന്താണ്? ഇൻകസ്. എസ് എന്ന് വെച്ചാല് സ്റ്റേപ്പിസ്. അപ്പൊ എന്ത് മനസ്സിലായി? മിഡിൽ ഇയറിന് 3 പാർട്ട് ഉള്ളത്. ബോണി കാവിറ്റീസ്, എല്ലുകൾ കൊണ്ടുണ്ടാക്കിയതാണ്. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് എയർ. ഒരു എയർ ഫീൽഡ്, ഒരു ബോണി കാവിറ്റി, അതിനകത്ത് എയർ ആണ്. അതിന്റെ ഫംഗ്ഷൻസ് ഒക്കെ പിന്നെ പറഞ്ഞുതരാം. അപ്പൊ മിഡിൽ ഇയർ കാവിറ്റി 3 ഇയർ ഓസിക്കിൾസ് വിളിക്കാറില്ലേ? 3 ഇയർ ഓസിക്കിൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. എല്ലാം ഓസിഫിക്കേഷൻ, ഓസിയോളജി, ഓസ്റ്റിയോ, ബോണെ. 3 ഇയർ ഓസിക്കിൾ, 3 ഇയർ ഓസിക്കിൾ, ഓസിക്കിള്. 3 ഇയർ ഓസിക്കിൾ ഏതാന്ന് വെച്ചാൽ മിഡിൽ ഇയർ കാവിറ്റിന്റെ 3 പാർട്സ് ആണ്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ഈ സ്റ്റേപ്പിസ് ആരുമായിട്ട് കണക്റ്റഡാ? ഇന്നർ ഇയറുമായിട്ട് കണക്റ്റഡ് ആണ്. സ്റ്റേപ്പിസ് ആരുമായിട്ട് കണക്റ്റഡ് ആണ്? ഇന്നർ ഇയറുമായിട്ട് കണക്റ്റഡ് ആണ്. ഇന്നർ ഇയർ മൊത്തം ഫ്ലൂയിഡ്സിൽ കുളിച്ച് കിടക്കുക, മൊത്തം വെള്ളത്തിലാണ്. ഈ പാമ്പല്ല കേട്ടോ, മൊത്തം വെള്ളത്തിലാണ് നമ്മുടെ ഇന്നർ ഇയർ ഉള്ളത്. ഇവിടെ ഫ്ലൂയിഡ് ആണ്. അതിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. അതിനു മുമ്പ് ഞാൻ ഈ സെക്ഷൻ ഒന്ന് തീർത്തോട്ടെ. അപ്പൊ നോക്കിക്കേ, എക്സ്റ്റേണൽ ഇയറിൽ പിന്നെ ഉണ്ട്, പിന്നെ ഓഡിറ്ററി കനാൽ ഉണ്ട്, ടിംബാനിക് മെംബ്രെയിൻ ഉണ്ട്, ഇയർ ഡ്രം. എന്താ ടിംബാനിക് മെംബ്രെയിൻ? ഇയർ ഡ്രം ആണ്, ചെവിക്കല്ലാണ്. അവിടെ വന്നിട്ടാണ് സൗണ്ട് അടിക്കുക. ഈ ഇയർ ഡ്രമ്മിന്റെ പുറം ഭാഗത്ത് സ്കിന്നും അകംഭാഗത്ത് മ്യൂക്കസ് മെംബ്രെയിൻ എന്നൊക്കെ പറയാറുണ്ട്. ഇയർ ഡ്രമ്മിന്റെ പുറം ഭാഗത്ത് സ്കിന്നിന്റെ ലെയറും അകംഭാഗത്ത് മ്യൂക്കസ് മെംബ്രെയിന്റെ പ്രസൻസ് ആണെന്നൊക്കെ പറയാറുണ്ട്. കേട്ടോ, മനസ്സിലാവുന്നുണ്ടോ? അത് കഴിഞ്ഞാലാണ് ഈ ടിംബാനിക് മെംബ്രെയിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മിഡിൽ ഇയർ കാവിറ്റിന്റെ പോർഷൻ ഏതാ? മാലിയസ്. ഇന്നർ ഇയറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഏത് പാർട്ടാണ്? സ്റ്റേപ്പിസ് ആണ്. ഏതാണ്? സ്റ്റേപ്പിസ് ആണ്. മനസ്സിലായോ? അപ്പൊ എക്സ്റ്റേണലിനെ കുറിച്ചും പഠിച്ചു, മിഡിൽ ഇയർ കാവിറ്റിയെ കുറിച്ചും പഠിച്ചു. മിഡിൽ ഇയറിന്റെ ഫംഗ്ഷൻ എടുക്കണമെങ്കിൽ മെക്കാനിസം പറയേണ്ടി വരും. ലാസ്റ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ പഠിക്കാനില്ല. കേട്ടോ, അപ്പൊ നമ്മള് സ്റ്റേപ്പിസും കഴിഞ്ഞ അടുത്തത് ഇന്നർ ഇയർ അല്ലേ? അപ്പൊ ഞാൻ അടുത്തത് ആരെ കുറിച്ച് ഇവിടെ എഴുതാൻ പോവാണ്. നോക്കിക്കേ, ഇങ്ങനെയാണ് ചെവിന്റെ സ്ട്രക്ചർ ഉണ്ടാവുക. എക്സ്റ്റേണൽ അല്ലെ, ഇത് പിന്ന, ഇത് ഓഡിറ്ററി കനാൽ, ഇത് ടിംബാനിക് മെംബ്രെയിൻ, ഇത് മിഡിൽ ഇയർ കാവിറ്റി ആണ്. ഇവിടെ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ഈ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് അവിടുന്ന് ഒരു ട്യൂബ് ഇങ്ങനെ പോകുന്നുണ്ട്. മിഡിൽ ഇയർ കാവിറ്റി ഇല്ലേ, ഈ മിഡിൽ ഇയർ കാവിറ്റിയിൽ നിന്നും ഒരു ട്യൂബ് ഇങ്ങനെ എവിടേക്ക് പോകുന്നുണ്ട്? ഫാരിങ്സിലേക്ക് പോകുന്നുണ്ട്. എവിടേക്കാണ്? ഫാരിങ്സിലേക്ക്. ആ ട്യൂബിനെ വിളിക്കുന്ന പേരാണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുക, യൂസ്റ്റേഷ്യൻ ട്യൂബ്. അപ്പൊ എന്താണ് യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് വെച്ചാൽ എന്ത് ഉത്തരം പറയും? എന്താണ് യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് ക്വസ്റ്റ്യൻ വെച്ചാൽ എന്താ ഉത്തരം പറയാ? ഇറ്റ് കണക്ട്സ്. ആരൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ട്യൂബാ? മിഡിൽ ഇയറിനെ ഫാരിങ്സിലേക്ക് കണക്ട് ചെയ്യുക. ഗ്രസനി ഇല്ലേ നമ്മുടെ ഉള്ളില്? അപ്പം ആ മിഡിൽ ഇയറിന്റെ പാർട്ടിൽ നിന്ന് ഗ്രസനിലേക്ക് താഴോട്ടേക്ക് കണക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കറിയില്ല, ചെവിയും നമ്മുടെ മൂക്കും ഓറൽ കാവിറ്റിയും ഒക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ ആ ഗ്രസനിലേക്ക്, ഫാരിങ്സിലേക്ക് മിഡിൽ ഇയർ കണക്ട് ചെയ്യുന്നുണ്ട്. മിഡിൽ ഇയർ കാവിറ്റി ഫാരിങ്സിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ആ ട്യൂബിനെ വിളിക്കുന്ന പേരാ യൂസ്റ്റേഷ്യൻ ട്യൂബ്. ആ ട്യൂബിന്റെ ഫംഗ്ഷൻ എന്താണെന്നറിയോ? ടിംബാനിക് മെംബ്രെയിന്റെ 2 സൈഡിലും പ്രഷർ ഇക്വലൈസ് ചെയ്യാം.
ഈ ടിംബാനിക് മെംബ്രെയിനിന്റെ രണ്ട് സൈഡിലും പ്രഷർ ഇക്വലൈസ് ചെയ്യലാണ് യൂസ്റ്റേഷ്യൻ ട്യൂബിന്റെ ഫംഗ്ഷൻ. ഇറ്റ് ഇക്വലൈസസ് ദ പ്രഷർ ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ടിംബാനിക് മെംബ്രെയിൻ. ഈ ചെവിക്കല്ലിന്റെ രണ്ട് സൈഡിലും പ്രഷർ ബാലൻസ് ചെയ്യലാണ് ഈ യൂസ്റ്റേഷ്യൻ ട്യൂബിന്റെ ഫംഗ്ഷൻ. അപ്പൊ യൂസ്റ്റേഷ്യൻ ട്യൂബിൽ രണ്ട് പോയിന്റ് പഠിച്ചേ പറ്റുള്ളൂ. ഇറ്റ് കണക്ട്സ് middle ear cavity to the pharynx and also it equalizes the pressure on both sides of tympanic membrane. അപ്പൊ മിഡിൽ ഇയറിന്റെ ലാസ്റ്റ് പാർട്ട് സ്റ്റേപ്പിസ് അല്ലേ? ഈ സ്റ്റേപ്പിസ് ഇന്നർ ഇയറുമായിട്ട് കണക്റ്റഡ് ആണ്. ഇന്നർ ഇയറുമായിട്ട് ഈ കണ്ടോ കോയിൽ ലൈക്ക് സ്ട്രക്ചർ, ഈ അവിടെ വെസ്റ്റിബുലർ അപ്പാരറ്റസും ഉണ്ട്. ഞാൻ പഠിപ്പിക്കാതെ. അപ്പൊ നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഇന്നർ ഇയർ. ഈ ഇന്നർ ഇയർ മൊത്തം ഇവിടെ നിങ്ങട്ടേക്ക് ഫുള്ള് ഫ്ലൂയിഡിൽ കുളിച്ച് കിടക്കുകയാണ്. ഇന്നർ ഇയർ മൊത്തം എന്തിനാ കിടക്കുന്നത്? ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് ആണ്. അതിനെ നമ്മള് ലാബിറിന്ത് എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ലാബിറിന്ത്. ഇന്നർ ഇയർ മൊത്തം വെള്ളത്തിൽ പുതിർന്ന് കിടക്കാടോ. ആ ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസിനെ, ആ ഫ്ലൂയിഡിനെ നമുക്ക് ലാബിറിന്ത് എന്ന് വിളിക്കാം. അവിടെ നമുക്ക് ഈ ലാബിറിന്തിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ബോണി ആൻഡ് മെംബ്രേനിയസ്. ബോണി ലാബിറിന്തും ഉണ്ട്, മെംബ്രേനിയസ് ലാബിറിന്തും ഉണ്ട്. നമുക്കൊരു കാര്യം അറിയോ? ഈ ബോണിന്റെ അകത്താണ് മെംബ്രേനിയസ് ഉണ്ടാവുക. ഈ ബോണി ലാബിറിന്തും എല്ലാം കൂടാരാന്ന് വിചാരിക്കുക അതിന്റെ അകത്താണ് മെംബ്രേനിയസ് ഉണ്ടാവുകയെന്ന്. രണ്ടിലും ഫ്ലൂയിഡ് ഫീൽഡ് സ്പേസ് ആണ്. അപ്പൊ നോക്കിക്കേ, ബോണിന്റെ അകത്തല്ലേ മെംബ്രേനിയസ്? മെംബ്രേനിയസിന്റെ ഉള്ളില് ഇതാണ് മെംബ്രേനിയസ്. അതിനെ ചുറ്റപ്പെട്ടിട്ടാണ് ബോണി കാവിറ്റി, ബോണി ഇതുള്ളതെന്ന് വിചാരിക്കാം. ഈ മെംബ്രേനിയസിന്റെ അകത്ത് കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ്. അകത്ത് കാണപ്പെടുന്നതായതുകൊണ്ട് അകത്ത് എൻഡോ, പുറത്താണെങ്കിൽ എക്സോ അല്ലെ, അല്ലെങ്കിൽ പെരി എന്ന് വിളിക്കാം, പുറത്താണെങ്കിൽ പെരി, എൻഡോലിംഫ്. ബോണി കാവിറ്റി നോക്കിക്കേ, ബോണിക്ക് അകത്താണ് മെംബ്രേനിയസ് ഉണ്ടാവുക. ആ മെംബ്രേനിയസിനകത്ത് കാണപ്പെടുന്ന ലിംഫാണ് എൻഡോലിംഫ്. അപ്പോൾ മെംബ്രേനിയസിന് പുറത്തല്ലേ ബോണി? മെംബ്രേനിയസിന് പുറത്ത് കാണപ്പെടുന്ന ഫ്ലൂയിഡ് നമുക്ക് പെരിലിംഫ് എന്ന് വിളിച്ചൂടെ? അതായത് ബോണിക്കകത്ത് ഇത് ബോണി, ഇത് മെംബ്രേനിയസ്. മെംബ്രേനിയസിന് ഉള്ളില് ഏതാ? എൻഡോലിംഫ്. മെംബ്രേനിയസിന് പുറത്ത് പെരിലിംഫ്, പുറമെ പെരിഫറൽ പെരിലിംഫ്. അപ്പൊ ബോണിക്കകത്ത് പെരിലിംഫ് അല്ലേ? മനസ്സിലായില്ലേ? അപ്പൊ ബോണിക്കകത്ത് പെരിലിംഫ്, അതായത് മെംബ്രേനിയസിന് പുറത്ത് പെരിലിംഫ്. കൺഫ്യൂഷൻ ആയോ? ബോണി, മെംബ്രേനിയസ്, മെംബ്രേനിയസിനകത്ത് എൻഡോലിംഫ്, മെംബ്രേനിയസിന് പുറത്ത് പെരിലിംഫ്. അതായത് ബോണിക്കകത്തേതാ? പെരിലിംഫ്. മനസ്സിലായോ? അപ്പൊ നോക്കിക്കേ, മെംബ്രേനിയസിന്റെ അകത്താണ് നമുക്ക് രണ്ട് സ്ട്രക്ചറിനെ കാണാം. ബോണിക്കകത്ത് മെംബ്രേനിയസ്, മെംബ്രേനിയസിന്റെ അകത്താണ് ഈ രണ്ട് സ്ട്രക്ചർ കാണാം. ഉള്ളിലാണ് പ്രൊട്ടക്റ്റീവായിട്ട് അല്ലെ, പ്രൊട്ടക്ഷൻ ഉണ്ട് അതിന് കുറെ. അപ്പൊ മെംബ്രേനിയസ് ലാബിറിന്തിന്റെ ആ ഫ്ലൂയിഡ് ബോണിക്കകത്ത് മെംബ്രേനിയസ്, മെംബ്രേനിയസ് ലെയറിന്റെയും അകത്താണ് നമുക്ക് ആ രണ്ട് സ്ട്രക്ചറിനെ കാണാം. കോക്ലിയ ആൻഡ് വെസ്റ്റിബുലാർ അപ്പാരറ്റസ്. ഇവരാണ് തുരുപ്പ് ഷീട്ട്. ഈ കോക്ലിയ, ഈ കോയിൽ ലൈക്ക് സ്ട്രക്ചർ ആണ് കോക്ലിയ. അവരാണ് നമ്മുടെ എന്തിന് സഹായിക്കുക? കേൾവിക്ക് സഹായിക്കുക. അതിന് മുകളിൽ മൊയലിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്, അതാണ് വെസ്റ്റിബുലാർ അപ്പാരറ്റസ്. അവരാണ് എന്തിന് സഹായിക്കുക? ബോഡി ബാലൻസിന് സഹായിക്കുക. മനസ്സിലായോ? അപ്പൊ കേൾവിക്ക് സഹായിക്കുന്നത് കോക്ലിയയാണ്, ബോഡി ബാലൻസിന് സഹായിക്കുന്നത് വെസ്റ്റിബുലാർ അപ്പാരറ്റസ് ആണ്. അപ്പൊ ചെവിയെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് ഈ രണ്ടാൾക്കാരെ സ്ട്രക്ചർ പഠിച്ചാ പോരെ? ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇന്നർ ഇയർ ഇങ്ങനെ എഴുതിയെടുത്തോളൂ, സ്ക്രീൻഷോട്ട് അടിച്ചോളൂ, അല്ലെങ്കിൽ എഴുതിയെടുത്തോളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് കോക്ലിയന്റെ സ്ട്രക്ചർ പഠിച്ചാൽ കേൾവിയെ കുറിച്ച് പഠിക്കാം. അതേപോലെ വെസ്റ്റിബുലാർ അപ്പാരറ്റസിന്റെ സ്ട്രക്ചർ പഠിച്ചാൽ ബോഡി ബാലൻസ് എങ്ങനെയാന്ന് പഠിക്കാം. അപ്പൊ നമുക്ക് ഈ രണ്ടാൾക്കാരെ സ്ട്രക്ചർ നോക്കിയാൽ പോരെ? ഞാൻ ആദ്യം ആരെ സ്ട്രക്ചർ പഠിപ്പിക്കുകയാണ്? കോക്ലിയന്റെ സ്ട്രക്ചർ പഠിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഇവിടേക്ക് ശ്രദ്ധിച്ചേ. ഞാൻ ആദ്യം പഠിപ്പിക്കാൻ പോകുന്നത് കോക്ലിയന്റെ സ്ട്രക്ചർ ആട്ടോ. കോക്ലിയ, ഇത് സ്റ്റേപ്പിസ് അല്ലേ കോക്ലിയയിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. മിഡിൽ ഇയറിന്റെ സ്റ്റേപ്പിസ് ആണ് കോക്ലിയയിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. കോക്ലിയന്റെ ഫംഗ്ഷനിങ് എന്താ? ഹിയറിംഗ്, കേൾവി അല്ലേ? ഈ കോക്ലിയന്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കിക്കേ. ഇതാണ് കോക്ലിയന്റെ സ്ട്രക്ചർ. കോക്ലിയനെ നമുക്ക് 3 ചേമ്പേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പർ ചേംബർ, മിഡിൽ ചേംബർ, ലോവർ ചേംബർ. കോക്ലിയനെ നമുക്ക് 3 ചേംബർ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാ? അപ്പർ, മിഡിൽ, ലോവർ.
ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്തേ പറ്റുള്ളൂ. ആ ചേംബറിന്റെ പേര് അപ്പർ സ്കേലാ വെസ്റ്റിബുലൈ. അപ്പർ ചേംബറിനെ വിളിക്കുന്ന പേരെന്താ? സ്കേലാ വെസ്റ്റിബുലൈ. അപ്പർ സ്കേലാ വെസ്റ്റിബുലൈ. മിഡിൽ സ്കേലാ, മിഡിൽ സ്കേലാ, മിഡിൽ മിഡിൽ എം എം മീഡിയ. സ്കേലാ മീഡിയ, മിഡിൽ മിഡിൽ എം എം സ്കേലാ മീഡിയ. ലോവർ സ്കേലാ ടിംബാനി, ലോവർ സ്കേലാ ടിംബാനി, ടിംബാനി. അപ്പർ സ്കേലാ വെസ്റ്റിബുലൈ, മിഡിൽ സ്കേലാ മീഡിയ, ലോവർ സ്കേലാ ടിംബാനി, ടിംബാനി. ഇതാണ് നമ്മളെ ഇന്നർ മോസ്റ്റ് ലെയർ ആയ ഇയറിന്റെ കോക്ലിയന്റെ സ്ട്രക്ചർ. 3 ചേംബർ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇല്ലേ? അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇനി എന്തൊക്കെയാണ് അവിടെ കാണപ്പെടുക നമുക്ക് നോക്കണം. ഞാൻ ഈ സ്ട്രക്ചർ ഒന്ന് റൗണ്ട് ആക്കി വരയ്ക്കട്ടെ, അപ്പൊ മക്കൾക്ക് ഒന്നുകൂടി എളുപ്പാവേ. ഇവിടെ ശ്രദ്ധിച്ചോ, ഞാൻ കോക്ലിയനെ ഇങ്ങനെ ട്രാൻസ്വേർ സെക്ഷൻ ഓഫ് ടെമ്പോറൽ ബോൺ എടുത്തു എന്ന് വിചാരിക്കുക. ഇങ്ങനെ റൗണ്ട് ആക്കി വരച്ചു, എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ചതാ. ഞാൻ ഇവിടെ ചെത്തിയ പോർഷൻ ട്രാൻസ്വേർ സെക്ഷനെ പഠിപ്പിക്കുന്നത്. അപ്പർ സ്കേല മക്കൾ എളുപ്പത്തിന് വേണ്ടിയാ പഠിപ്പിക്കാണ്. എക്സാമിന് ഇങ്ങനത്തെ ഡയഗ്രാം വരയ്ക്കരുത് കേട്ടോ, തിയറി എളുപ്പമാക്കാൻ വേണ്ടിട്ടാ. അപ്പർ സ്കേല വെസ്റ്റിബുലൈ, മിഡിൽ സ്കേല, മിഡിൽ സ്കേല എം, മിഡിൽ സ്കേല മീഡിയ, ലോവർ സ്കേല ടിംബാനി. ഓക്കെ, സ്റ്റേപ്പിസ് അല്ലേ കോക്ലിയയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്? സ്റ്റേപ്പിസ് ആണ് കോക്ലിയയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോക്ക് വിളിക്കുന്ന പേരാണ് ഓവൽ വിൻഡോ എന്നാ പറയാട്ടോ, ഓവൽ വിൻഡോ. ഇനി നോക്കിക്കേ, സ്കേല വെസ്റ്റിബുലൈക്ക് ഒരു മെംബ്രെയിൻ ഇല്ലേ? കണ്ടോ, സ്കേല വെസ്റ്റിബുലൈന്റെ അവിടെ താഴെ ഒരു മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് റീസിനസ് മെംബ്രെയിൻ. എന്താ വിളിക്കുക? റീസിനസ് മെംബ്രെയിൻ എന്നാ പറയാ. എന്താടോ പറയാ? ആ സ്കേല വെസ്റ്റിബുലൈന്റെ മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് റീസിനസ് മെംബ്രെയിൻ. എന്ത് മെംബ്രെയിൻ? റീസിനസ് മെംബ്രെയിൻ. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ശ്രദ്ധിച്ചേ, സ്കേല മീഡിയന്റെ ബേസിൽ ഒരു മെംബ്രെയിൻ ഇല്ലേ? ബേസ് അല്ലേ ഇത്? ബേസ് അല്ലേ? സ്കേല മീഡിയന്റെ ബേസിൽ ഒരു മെംബ്രെയിൻ ഇല്ലേ? ഈ ബേസിൽ കാണപ്പെടുന്ന മെംബ്രെയിനെ വിളിക്കുന്ന പേരെന്താ? ബേസിലാർ മെംബ്രെയിൻ. ബേസിൽ കാണപ്പെടുന്ന മെംബ്രെയിനെ വിളിക്കുന്ന പേരെന്താ? ബേസിലാർ മെംബ്രെയിൻ. ബേസിലാർ മെംബ്രെയിൻ. ശരിയല്ലേ? അപ്പം മുകളിൽ കാണപ്പെടുന്ന മെംബ്രെയിൻ റീസിനസ് മെംബ്രെയിൻ ആണ്, ബേസിൽ കാണപ്പെടുന്ന മെംബ്രെയിൻ ബേസിലാർ മെംബ്രെയിൻ ആണ്. ഓകും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഈ ബേസിലാർ മെംബ്രെയിന്റെ മുകളില് കുറെ സെൽസ് കാണപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഏത് മെംബ്രെയിന്റെ മുകളിലാ? ബേസിലാർ മെംബ്രെയിന്റെ മുകളില് കുറെ സെൽസ് ഇങ്ങനെ കാണപ്പെടുന്നുണ്ട്. ഈ സെൽസിനെ വിളിക്കുന്ന പേരാണ് സെൻസറി ഹെയർ സെൽ. സെൻസറി ഹെയർ സെൽ. കേട്ടോ, ഈ ബേസിലാർ മെംബ്രെയിന്റെ മുകളിൽ ഒരുപാട് സെൽസ് കാണപ്പെടുന്നുണ്ട്. ആ സെൽസിനെ വിളിക്കുന്ന പേരാണ് സെൻസറി ഹെയർ സെൽ. അപ്പൊ സെൻസറി ഹെയർ സെൽ ആണ്. അപ്പൊ അവർക്ക് ഹെയർ വേണ്ടേ? ഞാനിവിടെ ഹെയർ വരച്ചിട്ടുണ്ടോ? വരച്ചെടുത്താൽ നമുക്കൊരു ഹെയർ ഇങ്ങനെ അപ്പെക്സില്, അപ്പെക്സ് എന്ന് വെച്ചാൽ മുകളിൽ അല്ലെ? ഈ സെല്ലിന്റെ അപ്പെക്സില്, മുകൾ ഭാഗത്ത് സെല്ലിന്റെ അപ്പെക്സ് റീജിയനിൽ നമുക്ക് ഇങ്ങനെ ഹെയർസ് കാണും. ആ ഹെയർസിന് മാത്രം വിളിക്കുന്ന പേരാണ് സ്റ്റീരിയോസീലിയ. സ്റ്റീരിയോസീലിയ. സെൻസറി ഹെയർ സെൽ അല്ലേ മക്കളെ? അപ്പൊ അതിന് ഹെയർ ഇല്ലേ? ആ ഹെയറിന് മാത്രം വിളിക്കണ പേരെന്താ? സ്റ്റീരിയോസീലിയ. കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ എന്റെ കൂടെ ഇങ്ങനെ പറഞ്ഞോ കേട്ടോ, അങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ. ആ ഹെയർസിന് മാത്രം വിളിക്കുന്ന പേരെന്താ? സ്റ്റീരിയോസീലിയ. എന്തിയോ ഇലിയ, സ്റ്റീരിയോസീലിയ. എന്തിയോ ഇലിയ, സ്റ്റീരിയോസീലിയ. അങ്ങനെയുള്ള ആ സ്റ്റീരിയോസീലിയനെ കവർ ചെയ്തിട്ട് ഒരു മെംബ്രെയിൻ ഉണ്ടല്ലോ. ആ സ്റ്റീരിയോസീലിയനെ കവർ ചെയ്തിട്ട് ഒരു മെംബ്രെയിൻ ഉണ്ട്. മനസ്സിലായോ? ഈ സെല്ലിനെ കവർ ചെയ്തിട്ട് വീണ്ടും ഒരു മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിനെ നമ്മൾ വിളിക്കുക ടെക്ടോറിയൽ മെംബ്രെയിൻ എന്നാ വിളിക്കുക. ആ മെംബ്രെയിൻ എന്താ വിളിക്കുക? ടെക്ടോറിയൽ മെംബ്രെയിൻ. സ്റ്റീരിയോസീലിയനെ കവർ ചെയ്തിട്ട് ഒരു മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് ടെക്ടോറിയൽ മെംബ്രെയിൻ. അപ്പൊ ഞാൻ എന്തൊക്കെ പഠിപ്പിച്ചു? ബേസിലാർ മെംബ്രെയിന്റെ മുകളില് സെൻസറി ഹെയർ സെൽ ഉണ്ട്. ആ ഹെയർസിനെ സ്റ്റീരിയോസീലിയ എന്ന് വിളിച്ചു. ആ കവറിംഗ് മെംബ്രെയിനെ നമ്മള് ടെക്ടോറിയൽ മെംബ്രെയിൻ എന്ന് വിളിച്ചു. ഇതിനെ മൊത്തത്തിൽ ഒരു പേര് വിളിക്കും. ആരൊക്കെ? സ്റ്റീരിയോസീലിയും ഈ ഹെയർസും സെല്ലും ഈ മെംബ്രെയിനും മൊത്തത്തിൽ കൂടി ചേർത്താൽ നമ്മൾ അതിനെ ഓർഗൻ ഓഫ് കോർട്ടി എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ഓർഗൻ ഓഫ് കോർട്ടി. ഓർഗൻ ഓഫ് കോർട്ടി.
എന്തോകോർട്ടി, ഓർഗൻ ഓഫ് കോർട്ടി. നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ, കേൾവിക്ക് സഹായിക്കുന്നത് കോക്ലിയാണെന്ന് ഞാൻ പഠിപ്പിച്ചല്ലോ. കോക്ലിയക്കകത്തുള്ള ആരാ? ഓർഗൻ ഓഫ് കോർട്ടിയെ സഹായിക്കുക. മെക്കാനിസം ആണ് ജസ്റ്റ് പറഞ്ഞത്, അപ്പൊ മനസ്സിലാവും. ആ കേൾവിക്ക് സഹായിക്കുന്നത് ഓർഗൻ ഓഫ് കോർട്ടിയാണോ? ഇത് മൊത്തത്തിലാണ്, ഇതാണ് മെയിൻ ഫംഗ്ഷനിങ് ചെയ്യുന്നത്, കേൾവിക്ക് സഹായിക്കുന്നത് കോക്ലി. ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റും കോക്ലിയാണ് കേൾവിക്ക് സഹായിക്കുക. പക്ഷെ കോക്ലിയക്കകത്തുള്ള ഓർഗൻ ഓഫ് കോർട്ടി സ്ട്രക്ചർ ആണ് കേൾവിക്ക് സഹായിക്കുക. ഇവരാണ്. ആരൊക്കെയാ ഓർഗൻ ഓഫ് കോർട്ടിയിലുള്ളത്? സെൻസറി ഹെയർ സെൽ ഉണ്ട്, സ്റ്റീരിയോസീലിയ ഉണ്ട്, പെക്ടോറൽ മെംബ്രെയിനും ഇല്ലേ? ഉണ്ടല്ലോ. മനസ്സിലായോ? ഇത്രയുമാണ് നമുക്ക് കോക്ലിയുടെ സ്ട്രക്ചറിനെ കുറിച്ച് പറയാനുള്ളത്. 3 ചേംബേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, മെംബ്രെയിന്റെ പേര് പഠിപ്പിച്ചു, ബേസിലാർ മെംബ്രെയിന്റെ മുകളിൽ കാണപ്പെടുന്ന സ്ട്രക്ചേഴ്സ് പറഞ്ഞു. ഓർഗൻ ഓഫ് കോർട്ടിയാണ് മൊത്തത്തിൽ. ഇനി ഞാൻ ഇവിടെ തന്നെ പഠിക്കാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ മെക്കാനിസം ഓഫ് ഹിയറിംഗ് എല്ലാ ബോർഡ് എക്സാമിനും ചോദിക്കലുണ്ട്. പക്ഷെ ഫോക്കസ് ഏരിയ ലെവൽ കൊടുത്തിട്ടില്ല. പക്ഷെ പറയട്ടെ, നോക്കിക്കോ, അതിൽ പറയാത്തൊന്നും ചോദിക്കത്തില്ലേ, പക്ഷെ ആ മെക്കാനിസം മനസ്സിലാവാൻ വേണ്ടിയിട്ടാ ജനറൽ ടോപ്പിക് ആയിട്ട് പറയാണ് കേട്ടോ. ഇതിലെ കേട്ട് ഇതിലെ വിട്ടാ മതി, ഞാൻ ഭ്രാന്തായിട്ട് പറയാടോ. സപ്പോസ് എവിടെ സാധനം ഇവിടെ ശ്രദ്ധിച്ചേ മക്കളെ, ഇവിടെ നോക്കിക്കേ. ആദ്യം സൗണ്ട് പിന്നെ ഡിറ്റക്ട് ചെയ്യും അല്ലെ, എന്നിട്ട് ഓഡിറ്ററി കനാല് വഴി സൗണ്ട് ഇങ്ങനെ പോകത്തില്ലേ? അങ്ങനെ സൗണ്ട് പോയിട്ട് അടിക്കുന്നത് ഈ ഇയർ ഡ്രമ്മിലല്ലേ? എല്ലേടോ, നോക്കിക്കേ, സൗണ്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യും, അപ്പൊ ഇയർ ഡ്രമ്മിലെത്തും, ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യും. ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്താൽ ഇത് മാലിയസുമായിട്ട് കണക്റ്റഡ് അല്ലേ? അപ്പൊ മിഡിൽ ഇയർ ക്യാവിറ്റി വൈബ്രേറ്റ് ചെയ്യൂലേ? മിഡിൽ ഇയർ, ഈ ഇയറോസിക്കിളുടെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയോ? ഇവിടെ കിട്ടിയ വൈബ്രേഷനെ മോർ മെക്കാനിക്കൽ വൈബ്രേഷൻസ് ആക്കി മാറ്റുക. ഒരുപാട് മോർ മെക്കാനിക്കൽ വൈബ്രേഷൻസ് ആക്കി മാറ്റലാണ് ഈ മിഡിൽ ഇയർ ക്യാവിറ്റിന്റെ ഫംഗ്ഷൻ. അങ്ങനെ സ്റ്റേപ്പിസ് ഈ ഫ്ലൂയിഡുമായിട്ട് കണക്റ്റഡ് അല്ലേ? കോക്ലിയയിലുള്ള ഓവൽ വിൻഡോയായിട്ട് കണക്റ്റഡ് അല്ലേ? അങ്ങനെ ആ വൈബ്രേഷൻ ഇന്നർ ഇയറിലെത്തും. നോക്കിക്കേ, ആ വൈബ്രേഷൻ എവിടെ എത്തും? ഇന്നർ ഇയറിലേക്ക് എത്തും കേട്ടോ. മിഡിൽ ഇയർ വഴി ആ വൈബ്രേഷൻ നമ്മൾ എവിടേക്ക് എത്തും? എവിടേക്ക് എത്തും മക്കളെ? ഇന്നർ ഇയറിലേക്ക് എത്തും. അങ്ങനെ ഇനി ഇന്നർ ഇയറിൽ എന്താണ് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ശ്രദ്ധിച്ചോളൂ. അങ്ങനെ മിഡിൽ ഇയർ ക്യാവിറ്റിന്റെ ആ സ്റ്റേപ്പിസിന് എവിടേക്ക് എത്തി? വൈബ്രേഷൻ. അങ്ങനെ വൈബ്രേഷൻ എത്തി ഇന്നർ ഇയറിലെത്തി, കോക്ലിയുടെ അടുത്തേക്ക് എത്തി. ഞാൻ ഈ സ്ട്രക്ചറിൽ പറയാ. ഇനി നോക്കിക്കേ, ഇവിടെ പുറത്തുള്ളത് പെരിലിംഫാണ്, അകത്തുള്ളത് എൻഡോലിംഫാണ്. ഓക്കെ, ഈ വെള്ളം പോലത്തെ സബ്സ്റ്റൻസ് അല്ലേ ഇതിന് ചുറ്റപ്പെട്ടിട്ടുള്ളത്? അപ്പൊ അവിടേക്ക് വൈബ്രേഷൻസ് എത്തിക്കഴിഞ്ഞാൽ അതെങ്ങനെ ഫോം ചെയ്യും? വെള്ളത്തിലേക്ക് കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ റിപ്പിൾ ഫോം ചെയ്യലല്ലേ? അല്ലേ? ഇത് വെള്ളം ഇങ്ങനെ ഇളകി കളിക്കും, വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ പെരിലിംഫൊക്കെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ ഈ സ്ട്രക്ചർ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ മോർ വൈബ്രേഷൻസ് അകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. ഇത് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബേസിലാർ മെംബ്രെയിനില്ലേ, ഇറ്റ് മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ. ഇത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാം. അപ്പൊ ബേസിലാർ മെംബ്രെയിൻ മുകളിലോട്ട് പോരും, താഴോട്ട് വരും, മുകളിലോട്ട് പോകും, താഴോട്ട് വരും. ബേസിലാർ മെംബ്രെയിൻ മുകളിലോട്ടേക്ക് പോകുമ്പോൾ ഈ ഹെയർസ് പോയിട്ട് ടെക്ടോറൽ മെംബ്രെയിനിൽ പോയിട്ട് പ്രസ് ചെയ്യൂലേ? ടെക്ടോറൽ മെംബ്രെയിനിലേക്ക് പോയിട്ട് ഈ സ്റ്റീരിയോസീലിയ പ്രസ് ചെയ്യും. അപ്പൊ അവർക്ക് ഉണർവ് കിട്ടി. അയ്യോ, ഞാൻ ഉണർന്നല്ലോ അല്ലെ, എന്തിനോ പോയിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പൊ ഉണരല്ലേ? ഇതിന്റെ ബേസിൽ നിന്നുമാണ് ഒരു ഓഡിറ്ററി നെർവ് പോകുന്നത്. ഏത് നെർവാ? ഓഡിറ്ററി നെർവ്. സെൻസറി ഹെയർ സെല്ലിന്റെ ബേസിൽ നിന്നാണ് ഓഡിറ്ററി നെർവ് പോവാ. അത് ഏതിലേക്ക് കണക്റ്റഡാ? ബ്രെയിനിലേക്ക് കണക്റ്റഡാ. അപ്പൊ പെട്ടെന്ന് ഒരു ഉണർവ് കിട്ടി, അതിന്റെ ബേസിൽ നിന്ന് ഇമ്പൾസ് എവിടേക്ക് എത്തിക്കും? നമ്മളെ തലച്ചോറിലേക്ക് എത്തിക്കും. അങ്ങനെ എക്സ്പീരിയൻസ് ഓഫ് ഹിയറിംഗ്. സ്പീഡ് പറയാൻ കാരണം ഇത് പഠിക്കാനില്ല, അറിഞ്ഞിരിക്കാനും വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ടെക്ടോറിയൽ നോക്കിക്ക, ഓർഗൻ ഓഫ് കോർട്ടി, ഇവിടെല്ലേ ആ മെക്കാനിസം ശരിക്കും നടക്കുന്നേ, ആ ഇമ്പൾസ് ബ്രെയിനിലേക്ക് എത്തിക്കുന്നേ. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയുമാണ് നമുക്ക് കോക്ലിയുടെ സ്ട്രക്ചറും ആ മെക്കാനിസം ഓഫ് ഹിയറിംഗ് ആണെങ്കിൽ അതും പറയാനുള്ളത്. മെക്കാനിസം ഓഫ് ഹിയറിംഗ് നമ്മൾ പഠിക്കാൻ പറഞ്ഞിട്ടില്ല, അഡീഷണൽ ആയിട്ട് പറഞ്ഞതാണ്. സ്ട്രക്ചറാണ് നമുക്ക് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് മക്കൾ കാണൂലേ? ഇനി നമുക്ക് ബോഡി ബാലൻസിനുള്ള ഫംഗ്ഷനിങ് പഠിക്കണം അല്ലെ? അത് പഠിക്കണമെങ്കിൽ നമ്മൾ ആറ് സ്ട്രക്ചർ നോക്കേണ്ടി വരും. ബോഡി ബാലൻസ് പഠിക്കണമെങ്കിൽ നമ്മൾ ആറ് സ്ട്രക്ചർ പഠിക്കേണ്ടി വരും. നമ്മള് വെസ്റ്റിബുലാർ അപ്പാരറ്റസിനെ കുറിച്ച് പഠിക്കേണ്ടി വരും. ഇങ്ങനെ ഒരു കോക്ലിയ ആണെങ്കിൽ ഇതിന് മുകളിലല്ലേ മൊയലിനെ പോലത്തെ സ്ട്രക്ചർ ഉണ്ടാവുക. ഇവര് ഹിയറിംഗിന് സഹായിക്കും, ഇവര് ബോഡി ബാലൻസിന് സഹായിക്കുന്നല്ലേ പറഞ്ഞേ. അപ്പോൾ വെസ്റ്റിബുലാർ അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ എന്താണ്? ബോഡി ബാലൻസിന് സഹായിക്കലാണ്. നമുക്കതിന്റെ ഫംഗ്ഷനിങ് ഒന്നും പഠിക്കാനില്ല, പക്ഷെ പാർട്സ് പഠിക്കാനുണ്ട്. അത് കൺഫ്യൂഷനാ. പക്ഷെ അത് ഡയഗ്രാം വെച്ച് പഠിപ്പിക്കുക. നിങ്ങൾ എക്സാമിന് ഡയഗ്രാം വരയ്ക്കേണ്ട, NCERT കൊടുത്തിട്ടില്ല. പക്ഷെ ഞാൻ ആ ഡയഗ്രാം എന്തിനാ പഠിപ്പിക്കുന്നത്?
തിയറി എളുപ്പാക്കാനും വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഒരു മുയലിനെ പോലെയാണ്, ഒരു മുയലിനെ പോലെയാണ് നമ്മൾ വെസ്റ്റിബുലർ അപ്പാരറ്റസ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഇവിടേക്ക് നോക്കിക്കേ മക്കളെ, ഒരു വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അതിനെ കാണാന് ഇങ്ങനെ ഉണ്ടാവും അല്ലെ. ഏകദേശം ആരെ പോലെങ്കിലും തോന്നുന്നുണ്ടോ? ഒരു റാബിറ്റിനെ പോലെ തോന്നുന്നില്ല നിങ്ങൾക്ക്? തോന്നുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങനെയാണ് ഒരു വെസ്റ്റിബുലാർ അപ്പാരറ്റസിന്റെ സ്ട്രക്ചർ ഉണ്ടാവുക. ഒരു വെസ്റ്റിബുലാർ അപ്പാരറ്റസിന്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് ഒരു കനാലാണ്. കനാല് ഇത് സർക്കിൾ ആണോ സെമി സർക്കിൾ ആണോ? സെമി സർക്കിൾ അല്ലേ. അതുകൊണ്ട് നമുക്ക് ഈ കനാലിനെ വിളിക്കാൻ പറ്റും സെമി സർക്കുലാർ കനാൽ. സെമി സർക്കുലാർ കനാൽ. എത്ര സെമി സർക്കുലാർ കനാല്? 1, 2, 3. 3 എണ്ണമില്ലേ? പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, മൂന്നും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. മൂന്നാളും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. പിന്നെന്താ ഇയാൾ ഇങ്ങനെ വരച്ചേ? എടോ ഇത് ബോർഡല്ലേ, ബോർഡ് പ്ലെയിൻ അല്ലേ, 2D അല്ലേ, ഒന്ന് സ്പേസിലേക്കാണ്. അത് വരയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ മുകളിലോട്ട് കയറി വരച്ചതാ. മനസ്സിലായോ? മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. 3D സ്ട്രക്ചറിൽ ഇത് കറക്റ്റ് കാണാൻ പറ്റുള്ളൂ അല്ലെ, അത് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് പ്ലെയിൻ ആയതുകൊണ്ട് 2D ആയതുകൊണ്ട് ഞാൻ മുകളിൽ വരച്ചതാണ്. മനസ്സിലായോ? അപ്പം 3 സെമി സർക്കുലാർ കനാലിന്റെ പ്രസൻസ് ഉണ്ട് വെസ്റ്റിബുലാർ അപ്പാരറ്റസിൽ. കേട്ടോ? അത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതറാ. ഈ സെമി സർക്കുലാർ കനാലിന്റെ ബേസ് നോക്കിക്കേ, സൊള്ളന വീർത്തിരിക്കുക. ഞാനിത് ടെക്സ്റ്റിൽ ഓരോ സെന്റൻസ് ആണ് പറയുന്നത്. ഇത് ഡയഗ്രത്തിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും, അതുകൊണ്ട് ഡയഗ്രം വരച്ചേ. സെമി സർക്കുലാർ കനാലിന്റെ ബേസ് നോക്കിക്കേ, സൊള്ളന വീർത്തിട്ട. ആ സൊള്ളൻ പാട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ആംപ്യൂള. എന്താണ്? അബ്ദുള്ളയാണോ? അല്ല, ആംപ്യൂള. അപ്പൊ എന്ത് മനസ്സിലായി? സെമി സർക്കുലാർ കനാലിന്റെ ബേസ് അടിഭാഗം വീർത്തിട്ടാണ്, സൊള്ളനാണ്. ആ സൊള്ളൻ പാട്ടിനെ വിളിക്കുന്ന പേരെന്താ? ആംപ്യൂള. ഒരു കാര്യം അറിയോ? ശ്രദ്ധിക്കണോ? ഈ ആംപ്യൂളക്കകത്ത് ഒരു സെൻസറി സ്ട്രക്ചർ ഉണ്ട്. ആ സെൻസറി സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റ ആംബുലാരിസ്. അപ്പോൾ സെമി സർക്കുലാർ കനാലിന്റെ പാർട്ട് തന്നെയാണ് ഇവിടെ വരെ. അപ്പൊ സെമി സർക്കുലാർ കനാലിന്റെ ബേസിൽ ഒരു സെൻസറി സ്ട്രക്ചർ ഉണ്ട്. ആ സെൻസറി സ്ട്രക്ചറിനെ മാത്രം വിളിക്കുന്ന പേരെന്താ? ക്രിസ്റ്റ ആംബുലാരിസ്. അവരാണ് ഡൈനാമിക് ഇക്വിലിബ്രിയത്തിന് സഹായിക്കുക, നമ്മളെ മൂവ്മെന്റിനെ സഹായിക്കുക. ഡൈനാമിക് ബോഡി ബാലൻസിലുള്ള ഒരു ഫംഗ്ഷൻ. അപ്പൊ മൂവ്മെന്റ് ബാലൻസ് ചെയ്യുന്നത് സെമി സർക്കുലാർ കനാലിന്റെ താഴെയുള്ള ക്രിസ്റ്റ ആംബുലാരിസ് ആണ്. ഓക്കെ, ഇവിടെ നിങ്ങട്ടേക്ക് 2 സ്ട്രക്ചർ കണ്ടോ? നിങ്ങളെ കണ്ടോ? അതാണ് നമ്മളെ ആരാന്നറിയാം? ഇതിനെ നമ്മളെ യൂട്രിക്കിൾ എന്നാ വിളിക്കാം. യൂട്രിക്കിള് അടിയിലത്തെ ഇത് മൊത്തം യൂട്രിക്കിൾ ആണ്. ഇത് മൊത്തം സാക്യൂൾ ആണ് കേട്ടോ. സാക്യൂള് അതായത് ഈ 2 ആൾക്കാരും കൂടി ചേർന്നാൽ ഒട്ടോളിത്ത് ഓർഗൻ എന്നാ വിളിക്കാം. കാരണം ഇത് കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസിനെ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇവിടെ നിങ്ങട്ടേക്ക്. അതാണ് ഒട്ടോളിത്ത് എന്ന് വിളിക്കാൻ കാരണം. കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ആണ്. അപ്പൊ ഒട്ടോളിത്ത് ഓർഗൻ എന്ന് വെച്ചാൽ അവിടെ ആരൊക്കെ ഉണ്ടാവും? സാക്യൂളും ഉണ്ട്, യൂട്രിക്കിളും ഉണ്ട്. സാക്യൂളും ഉണ്ട്, യൂട്രിക്കിളും ഉണ്ട്. ഈ യൂട്രിക്കിളിലും സാക്യൂളിലും 2 സെൻസറി സ്ട്രക്ചർ കണ്ടോ? ഈ 2 ആൾക്കാരും വിളിക്കുന്ന പേരാണ് മാക്യൂള. മാക്യൂള. അപ്പൊ ഇതിന്റെ പേര് മാക്യൂള ഓഫ് ദ യൂട്രിക്കിൾ എന്ന് വിളിച്ചൂടെ? ഇതിന്റെ പേര് മാക്യൂള ഓഫ് ദ സാക്യൂൾ എന്ന് വിളിച്ചൂടെ? അവരാണ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിന് സഹായിക്കുക. റെസ്റ്റ്, നിൽക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട്, ഓരോന്ന് ഫംഗ്ഷൻ നമുക്ക് പഠിക്കാനില്ലേ. പക്ഷെ മനസ്സിലാക്കുക, വെസ്റ്റിബുലാർ അപ്പാരറ്റസിന്റെ ഏതൊക്കെ പാർട്സ് ആണ് ആ ബോഡി ബാലൻസ് കൺട്രോൾ ചെയ്യുന്നത്? ക്രിസ്റ്റ ആംബുലാരിസും മാക്യൂളയും അല്ലേ? സെൻസറി സ്ട്രക്ചർ അല്ലേ ശരിക്കും സഹായിക്കുക. ഒരു വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എടുത്താൽ 2 ഡിവൈഡ് ചെയ്യാം. സെമി സർക്കുലാർ കനാലും ഒട്ടോളിത്ത് ഓർഗനും. സെമി സർക്കുലാർ കനാലിന്റെ ബേസൽ പാർട്ട് സൊള്ളന. അതിനകത്ത് കാണപ്പെടുന്ന സെൻസറി സ്ട്രക്ചർ ആണ് ക്രിസ്റ്റ ആംബുലാരിസ്. ഒട്ടോളിത്ത് ഓർഗൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്രിക്കിളും ഉണ്ട്, സാക്യൂളും ഉണ്ട്. അതിനുള്ള സെൻസറി സ്ട്രക്ചർ ആണ് മാക്യൂള. മാക്യൂള ഓഫ് ദ യൂട്രിക്കിൾ ആൻഡ് മാക്യൂള ഓഫ് ദ സാക്യൂൾ. ഇത് 2 ആൾ കൂടി ചേർന്നാൽ ഒട്ടോളിത്ത് ഓർഗൻ ഫോം ചെയ്യൂലേ? മനസ്സിലായോ? ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റും, സെമി സർക്കുലാർ കനാല് ഡൈനാമിക് ഇക്വിലിബ്രിയം മൂവ്മെന്റ് കൺട്രോൾ ചെയ്യും. റെസ്റ്റിലുള്ളത് കൺട്രോൾ ചെയ്യുന്നത് ഒട്ടോളിത്ത് ഓർഗനാണ്.
പക്ഷെ ശരിക്കും ആരെ കൺട്രോൾ ചെയ്യാ? അതിന് രണ്ടാളി അകത്തുള്ള സെൻസറി സ്ട്രക്ചേഴ്സ് ആണ്, ക്രിസ്റ്റ ആംബുലാരിസും മാക്യുളയുമാണ്. അപ്പൊ ബോഡി ബാലൻസ് കൺട്രോൾ ചെയ്തത് ശരിക്കും രണ്ട് പാർട്ട് ഏതൊക്കെയാ? വെസ്റ്റിബുലർ അപ്പാരറ്റസിലുള്ള ഏത് പാർട്ടാ ശരിക്കും? ക്രിസ്റ്റ ആംബുലാരിസും മാക്യുളയുമാണ് ശരിക്കും ബോഡി ബാലൻസ് കൺട്രോൾ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ബോഡി ബാലൻസ് കൺട്രോൾ ചെയ്യുന്നത് വെസ്റ്റിബുലാർ അപ്പാരറ്റസിന്റെ അകത്തുള്ള ക്രിസ്റ്റ ആംബുലാരിസും മാക്യുളയുമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയുമാണ് നമുക്ക് വെസ്റ്റിബുലാർ അപ്പാരറ്റസിന്റെ പാർട്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്നുകൂടി പറയാട്ടോ, ഇവിടെ ശ്രദ്ധിച്ചോ. ഞാന് നിങ്ങൾക്ക് ഒന്നുകൂടി റിവിഷന്റെ ഭാഗമായിട്ട് ഞാൻ ഇത് പറയാണ്. ഇയർ മൂന്നെണ്ണായിട്ട് ഡിവൈഡ് ചെയ്യാം. എക്സ്റ്റേണൽ, മിഡിൽ ആൻഡ് ഇന്നർ. എക്സ്റ്റേണലില് പിന്നെ മിഡിൽ ഇയറില് എക്സ്റ്റേണൽ ഇയറില് പിന്നെയുണ്ട്. പിന്നെ ഓഡിറ്ററി കനാല്, എക്സ്റ്റേണൽ അക്കൗസ്റ്റിക് മിയാറ്റസ്, ഓഡിറ്ററി മിയാറ്റസ് ഒക്കെ വിളിക്കാറുണ്ട്. അവിടെ ടിംബാനിക് മെമ്പറൈൻ ഉണ്ട്, അതാണ് ഇയർ ഡ്രം. അതിലാണ് സൗണ്ട് എത്തുമ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. ഈ ടിംബാനിക് മെമ്പറൈന് മിഡിൽ ഇയർ ക്യാവിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്. മിഡിൽ ഇയർ ക്യാവിറ്റി മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ്. സ്റ്റേപ്പിസ് ഇന്നർ ഇയറിന്റെ ഓവൽ വിൻഡോ ആയിട്ട് കണക്റ്റഡ് ആ. ഓവൽ വിൻഡോയിലേക്ക് കണക്റ്റഡ് ആ. കോക്ലിയിലേക്ക് കണക്റ്റഡ് ആണ് സ്റ്റേപ്പിസ്, ഓവൽ വിൻഡോയിലേക്ക്. അങ്ങനെ കോക്ലിന്റെ സ്ട്രക്ചർ നേരത്തെ പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? 3 ചേംബർ ആയിട്ട് ആ മെക്കാനിക്സ് ഒക്കെ പഠിപ്പിച്ച ഓർമ്മയില്ലേ? അങ്ങനെയുള്ള ഈ കോക്ലിന്റെ മുകളിലാണ് വെസ്റ്റിബുലാർ അപ്പാരറ്റസ് കാണാം. ഇന്നർ ഇയറിന്റെ പ്രത്യേകത എന്താ? അത് ഫ്ലൂയിഡിൽ മുങ്ങി കുളിച്ച് കിടക്കുക. ഇതൊക്കെ ഓർമ്മയുണ്ടോ? അങ്ങനെ ഇതിന്റെ സ്ട്രക്ചറും പഠിച്ചു, ഇതിന്റെ സ്ട്രക്ചറും പഠിച്ചു. ഇവിടെ നമ്മൾ ഹിയറിംഗ് പഠിപ്പിച്ചു, ഇത് ബോഡി ബാലൻസും പഠിപ്പിച്ചു. ഇത് നിങ്ങൾ 2 തവണ ഇത് വീണ്ടും എടുത്ത് നോക്കിയേ പറ്റുള്ളൂ. എന്നിട്ട് NCERT വായിച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയുമാണ് ഓവറോൾ നമുക്ക് ന്യൂറൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ പഠിക്കാനുള്ള കാര്യം നമുക്ക് ഫോക്കസ് ഏരിയാസ് വളരെ കുറച്ചേ തന്നിട്ടുള്ളൂ. അപ്പൊ മക്കളെ റിവിഷൻ ചെയ്ത് പഠിക്കുക. പഠിക്കുന്ന സമയത്ത് സ്പെസിഫിക് ആയിട്ട് ഓരോ നോട്ട് ഉണ്ടാക്കി വെക്കുക. ഞാനിപ്പോ ഇവിടെ ഡൈജഷൻ പഠിപ്പിക്കുകയാണെങ്കിൽ ഞാൻ അതിൽ എന്തൊക്കെ പോയിന്റ്സ് പറഞ്ഞു അതൊരു നോട്ടാക്കി വെക്കുക. അടുത്തത് ബ്രീത്തിങ് എടുത്ത് അതൊരു നോട്ടാക്കി വെക്കുക. ന്യൂറൽ എടുത്താൽ അതൊരു ചെറിയൊരു നോട്ടാക്കി അപ്പൊ തന്നെ നോട്ടാക്കി വെക്കുക. എന്നിട്ട് NCERT ജസ്റ്റ് വായിച്ചു വെക്കുക. എന്നിട്ട് ആ നോട്ട് നിങ്ങൾക്ക് എവിടെ ഉപകാരപ്പെടും? എക്സാമിന് തലേ ദിവസം ആ നോട്ട് നോക്കിയാൽ മതിയാവും. ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും അങ്ങനെ ചെയ്ത് നോക്ക്. ആ നോട്ട് എപ്പോഴും റിവൈസ് ചെയ്ത് പഠിച്ചു നോക്ക്. ഫുൾ A+ നേടാൻ പറ്റും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മക്കളെ. അടുത്തൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.